അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഷുഐബ് ഉസ്താദ് അവർകളെ, പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികളെ, 2 ദിവസമായി ആധുനിക കർമ്മശാസ്ത്ര വിഷയങ്ങളെ തത്ബീക്കൻ നിലക്കും തൻലീറൻ നിലക്കും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് ഫിഖ്ഹിയായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയുണ്ടായി. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന ചർച്ചകൾ ഫിഖ്ഹിനെയും കർമ്മശാസ്ത്രത്തെയും ഉസൂൽ ഫിഖ്ഹിനെയും ഒക്കെ ആധുനിക കാലത്ത് ഏത് രീതിയിൽ നമുക്ക് അവലംബിക്കാം, ഇടപെടാം എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ ഉസൂൽ ഫിഖ്ഹിനെ ഏത് രീതിയിൽ വായിക്കാം, സമകാലിക ലോകത്ത് കാണാം എന്ന ഒരു ചർച്ച. ഫിഖ്ഹിൽ തജ്ദീദ് ആവശ്യമാണ് എന്നതിൽ ട്രഡീഷണലിസ്റ്റ് സ്കോളേഴ്സിന് പോലും പശ്ചാത്തലം ഉണ്ടാവുകയില്ല. കാരണം അത് കർമ്മവുമായി ബന്ധപ്പെട്ട മതനിയമമാണ്. കർമ്മത്തില്, സാഹചര്യത്തില്, സമയത്തില് ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങളിൽ മാറും എന്നത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. 2, നമ്മുടെ കർമ്മങ്ങളിൽ നവീന കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ട് എന്നതും അവിതർക്കിതമാണ്. നേരത്തെ ഉലമാക്കൾ ചർച്ച ചെയ്യാത്ത നിരവധി കാര്യങ്ങൾ, മസാലകള് ഇന്ന് ആധുനിക ലോകത്തുണ്ട് എന്നതില് പക്ഷാന്തരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര മേഖലയിൽ പുതിയ ഉത്തരങ്ങൾ നേടണം, പുതിയ രചനകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ മസാലകൾ ഹല്ല് ചെയ്യണമെന്ന ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിന്റെ ശൈലിയിൽ മാത്രമായിരിക്കും വ്യത്യാസം. എന്നാൽ പൊതുവെ ഉസൂലിനെ കുറിച്ചുള്ള ധാരണ, ഉസൂൽ അത് അടിസ്ഥാന ശാസ്ത്രമാണ്, നിദാന ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഉസൂലിൽ മാറ്റങ്ങൾ സാധ്യമല്ല എന്നതായിരുന്നു പൊതുവെ ഉമ്മത്തിന്റെ വിശ്വാസവും. ആ രീതിയിൽ തന്നെയായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇതിന്റെ സഞ്ചാരവും. എന്നാൽ അതിനർത്ഥം ഉസൂൽ ഫിഖിൽ ഒരു മാറ്റവുമില്ല എന്നതല്ല തന്നെ. കാരണം റിസാലത്തുൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് രചിച്ചതിന് ശേഷം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉലമാക്കളുടെ ഭാഗത്തു നിന്ന് രചനകൾ ഉണ്ടായിട്ടുണ്ട്, മദ്ഹബുകൾക്കകത്തും പുറത്തും. പിന്നീട് 3-4 നൂറ്റാണ്ടുകളിൽ ഉസൂലുൽ ഫിഖ് വലിയ വികാസം പ്രാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്ന മന്തിക്ക്, ഫൽസഫ, കലാം തുടങ്ങിയ ഫന്നുകളുമായി ബന്ധപ്പെട്ട് ഇമാം ബാക്കില്ലാനി, ഇമാമുൽ ഹറമൈനിൽ ജുവൈനി, ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാർ ഉസൂൽ ഫിഖിന്റെ ഒരു രണ്ടാമത് തഅസീസാനി ഇതൊക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു പുതിയ ഉസൂലുൽ ഫിഖ്. അന്നങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് തന്നെ ഇൽമുൽ കലാമിലെ അഖിലുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ വന്നു. അഖിലിന് പ്രാധാന്യം കൊടുക്കുന്ന, നഖിലിനെ മറികടക്കാൻ പോലും അഖിലിന് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള മുഅ്തസിലി വാദം വന്നു. അപ്പോൾ അവരുടെ ഒരു മൻഹജ് അത് വ്യത്യസ്തമായൊരു മൻഹജായിരുന്നു. ആ മൻഹജിലൂടെ വന്ന ഇജ്തിഹാദുകളെ, വാദങ്ങളെ, തജ്ദീദുകളെ ആധികാരികമായി പ്രതിരോധിക്കാനും അതിന് ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പരിഹാരം നിർദ്ദേശിക്കാനുമായിരുന്നു നമ്മുടെ ഉലമാക്കള് ഉസൂലുൽ ഫിഖ് എന്നൊരു മാനദണ്ഡത്തെ മുന്നോട്ട് വെച്ചത്. കാരണം അന്ന് ഉസൂലുൽ ഫിഖ് എന്നുള്ളത് മുത്തഫഖ് അലൈഹി കാര്യമാണ്. ഉസൂൽ ഫിഖ് എന്നുള്ളത് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ അടിസ്ഥാനമായ രീതിശാസ്ത്രമാണ് എന്നത് ഉമ്മത്ത് അംഗീകരിച്ചൊരു യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വന്ന മുഅ്തസിലി വാദഗതികളെ മറികടക്കാൻ
അശ്അരികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉലമാക്കൾക്ക് സാധ്യമായത് ഈ ഉസൂലുൽ ഫിഖിന്റെ അടിസ്ഥാനം വെച്ചതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസൂലുൽ ഫിഖിലേക്ക് ധാരാളമായിട്ട് കലാമിയായ ചർച്ചകൾ കടന്നു വന്നു. ഹുസ്നുൽ ഖുബ അടക്കമുള്ള നിരവധി ചർച്ചകൾ. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടോടെ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തജ്ദീദ് എന്നതൊരു പൊതു മോട്ടോയായിട്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്നു. നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ കൊളോണിയലിസത്തിന് ശേഷം മറ്റുമൊക്കെ ഇസ്ലാമിക ലോകത്തുണ്ടായ അപജയങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്ന രീതിയിലാണ് പല ഉലമാക്കളും തജ്ദീദ് രംഗത്തേക്ക് കടന്നു വന്നത്. നിലവിലുള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന്. ഈ ഒരു ആശയത്തെ സാധൂകരിക്കാൻ ലോകത്ത് നടന്ന സംഭവ വികാസങ്ങൾ വലിയ മാറ്റങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ തഫാസീലിലേക്ക് കടക്കുന്നില്ല. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന്, നമ്മളുടെ ടെക്നോളജി അടിമുടി മാറി. അത് മുആമലാത്തിലും ആദാത്തിലും മറ്റു പല കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോ ഒരാളുടെ അവയവദാനവുമായി ചർച്ച ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയുടെ ഇവാറത്താണ് നമുക്ക് പഴയകാല ഉലമാക്കളിൽ നിന്ന് കിട്ടുക. എന്നാൽ ഇന്നലെ തന്നെ ആ ചർച്ചക്ക് വന്നിരുന്നു, ആ കത്തും ഇന്നത്തെ ഓപ്പറേഷനും തമ്മിൽ ഒന്നാണോ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അന്ന് ദാതാവിന് ഹലാക്കുണ്ടാവും എന്നതാണ് പൊതു രീതി. എന്നാൽ ഇന്ന് മെഡിക്കൽ സയൻസിന്റെ വളർച്ചയിൽ ആ ഒരു വാക്യത്തിന്, ആ ഒരു യാഥാർത്ഥ്യത്തിന്, ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നാണോ ഫുഖാഹ് ഈ വിഷയം ചർച്ച ചെയ്തത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. രണ്ടാമതായി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അന്ന് ഇസ്ലാമിക ഭരണകൂടമായിരുന്നു. ആ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മഹ്കമ ശർഈയ്യയായിരുന്നു അന്നത്തെ ജുഡീഷ്യൽ സിസ്റ്റം. ഇതൊക്കെ സമൂലമായിട്ട് മാറി. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നിടത്ത് പോലും രാഷ്ട്ര നിയമങ്ങൾ പരിപൂർണമായിട്ട് ഇസ്ലാമികമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ആദ്യം ജിനാഇയാത്തിലാണ് പോയത്, പിന്നെ മുആമിലാത്തിലേക്ക് അത് കടന്നു വന്നു. ഇന്നിപ്പോൾ അതും വിട്ട് നമ്മളുടെ മുനാക്കഹാത്ത് അല്ലെങ്കിൽ അൽ അഹ്വാലു ഷഖ്സിയ, അത് ഇന്നല്ല 70-കളിൽ 80-കളിലൊക്കെ അഹ്വാലു ഷഖ്സിയയിൽ അറബ് മുസ്ലിം ലോക രാജ്യങ്ങളിലും മാറ്റം വന്നു. ഇന്ത്യയിലൊക്കെ ആ ചർച്ചകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പോയി ഇബാദാത്തുകളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ലോകത്തിന്റെ നിയമവ്യവസ്ഥയുടെ മാറ്റങ്ങൾ മാറി. അപ്പോ നിയമപരമായി വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ന് ഫിഖിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഗ്രന്ഥത്തിൽ പറയാമെന്നതിനപ്പുറം അത് തത്ബീക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പല രാജ്യങ്ങളുടെയും നിയമം മാറി. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ അഫ്ആലുൽ മുക്കല്ലഫിന്റെ പരിസരങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നതാണ് ഈ തജ്ദീദുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രധാന കാരണം. മറ്റൊന്ന്, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രധാന ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇന്ന് ആളുകളുടെ ആശയങ്ങളെ, സമീപനങ്ങളെ സ്വാധീനിക്കുന്നത് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സെക്യുലർ മെറ്റീരിയൽ വേൾഡ് വ്യൂ ആണ്. ആളുകള് ഏത് പ്രശ്നങ്ങളും, നമ്മൾ ഫിഖുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ചർച്ചകളിലും ഇന്ന് ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിലും ഒക്കെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരായിക്കൊള്ളണമെന്നില്ല. വെസ്റ്റേൺ പണ്ഡിതന്മാർ ഒരു ചർച്ചയ്ക്ക് ഇടുന്നു, പ്രശ്നവൽക്കരിക്കുന്നു. ആ പ്രശ്നങ്ങൾ തദ്രീജിയായിട്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരാൻ ആദ്യഘട്ടങ്ങളിൽ പലപ്പോഴും ഹദാസീങ്ങളായ മോഡേണിസ്റ്റ് സ്കോളേഴ്സ് ആയിരിക്കും ഈ വിഷയങ്ങൾ എടുത്തു വരിക. എന്നാൽ അത് പതിയെ പതിയെ മുസ്ലിം പണ്ഡിതരിലേക്കും ആ കാര്യങ്ങൾ വരും എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. കാരണം ഒരു സെക്കുലർ പ്രഷറുണ്ട്. നമ്മുടെ ഏത് നിയമങ്ങളാണെങ്കിലും ഏത് ഫത്വയാണെങ്കിലും കൊടുക്കാൻ ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രഷർ കൂടിയുണ്ട്.
അപ്പോ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഉലമാക്കള് ഈ വിഷയങ്ങളെ ആധികാരികമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഉസൂലുൽ ഫിഖിന്റെ മആയിർ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം പലപ്പോഴും അത് സാഹചര്യ സമ്മർദ്ദങ്ങള്, പുറമേ നിന്നുള്ള ഡിമാൻഡുകളെ ഒക്കെ ഈ തീരുമാനങ്ങളില്, ഫിഖിന്റെ തീരുമാനങ്ങളില് കടന്നു വരുന്നു. അപ്പൊ ഈ ഉസൂലുൽ ഫിഖ് ഇങ്ങനെയൊക്കെ കർമ്മശാസ്ത്രത്തിൽ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും കർമ്മശാസ്ത്രപരമായ തജ്ദീദുകൾ ഒരു വഴിക്ക് വളരെ മുന്നോട്ട് പോയി. അതിൽ പല ഇത്തിഹാജാത്തുകൾ വന്നു, അതിനെക്കുറിച്ച് ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടു. അങ്ങനെ ഈ ഫിഖിൽ വന്ന വലിയ മാറ്റങ്ങൾ നമ്മൾ സാധാരണ കേരളത്തിൽ വരെ ചർച്ച ചെയ്യുന്ന മുഹമ്മദ് അബ്ദു അടക്കമുള്ള, റഷീദ് റിള അടക്കമുള്ള പണ്ഡിതന്മാര് ഈജിപ്തിൽ നിന്ന് പിന്നീട് അത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ വന്നതോടെ ആദ്യഘട്ടത്തിൽ ഉസൂലുൽ ഫിഖ് ആയിരുന്നു ആ മാറ്റത്തിന് പ്രതിരോധം തീർത്തിരുന്നത്. ഇത് ഉസൂലിനെതിരാണ്, ഇത് കായികക്കെതിരാണ് എന്നൊക്കെ. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഉസൂലുൽ ഫിഖ് തജ്ദീദ് വേണമെന്ന വലിയ ആവശ്യങ്ങൾ വന്നു. അതിന് ആദ്യഘട്ടത്തിൽ ഷക്കിലിയായ അല്ലെങ്കിൽ അതിന്റെ തസ്നീഫിലുള്ള തജ്ദീദുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മുഹമ്മദ് അൽ ഖുദരിയുടെ ഉസൂലുൽ ഫിഖാണ് ആദ്യമായിട്ട് ഒരു 20-ാം നൂറ്റാണ്ടില് ഒരു പുതിയ രീതിയിലുള്ള ഒരു ഉസൂലുൽ ഫിഖിന്റെ രചന വരുന്നത്. അപ്പൊ അതിൽ കാര്യമായിട്ട് ഉസൂലിന്റെ മബാദീനെ ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു. ഉസൂലുൽ ഫിഖിനെ അംഗീകരിക്കുന്നു, എന്നാൽ അതിന്റെ ഭാഷയെ നവീകരിച്ചു, അതിന്റെ തർത്തീബിനെ നവീകരിച്ചു, ചെറിയ ചില പുതിയ വിഷയങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് 1911 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സംഭവിക്കുന്നത്. പിന്നെ അതിന് നിരവധി തുടർച്ചകൾ ഉണ്ടായി. നമ്മളൊക്കെ ഓതിയ ഹല്ലാഫിന്റെ ഉസൂലുൽ ഫിഖ്, മുഹമ്മദ് അബൂ സഹറുടെ ഉസൂലുൽ ഫിഖ് തുടങ്ങി ഒരു 1950-കളായപ്പോത്തിന് നിരവധി ഉസൂലുൽ ഫിഖിന്റെ രചനകൾ വന്നു. എന്നാൽ ഈ രചനകളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ആശയം അതിനെ നിലവിൽ നമ്മുടെ ഉലമാക്കൾ കൊണ്ടുവന്ന ഉസൂലുൽ ഫിഖിനെ പുതിയ രീതിയിൽ, പുതിയ ലുഗത്തിൽ അവതരിപ്പിക്കുക എന്ന പരിമിതമായ ലക്ഷ്യമായിരുന്നു. എന്നാൽ അതിൽ തന്നെ ചില വിഷയങ്ങളില് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഖല്ലാഫിന്റെ ഉസൂലുൽ ഫിഖ് നമ്മളൊക്കെ ഓതിയ കിതാബാണ്. അപ്പൊ അതിൽ തന്നെ ഇജ്മാഇന്റെ ബാബില് ഇജ്മാഇന്റെ ഹുജ്ജിയത്തിന് അദ്ദേഹം അംഗീകരിക്കുമ്പോഴും അത് വാഖിയിൽ ഇജ്മാ ഉണ്ടാകുമോ എന്നൊരു സന്ദേഹം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്തരമുള്ള അന്നുണ്ടായിരുന്ന ചർച്ചകളുടെ ഒരു പ്രതിഫലനം ഇത്തരം കിതാബുകളിൽ ഉണ്ടായിരിക്കും. പിന്നീട് ഇവരുടെ ശിഷ്യന്മാർ ഇതേപോലെ പണ്ടുണ്ടായിരുന്ന അസ്ഹാബ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഇതിന്റെ ഈ ആശയത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ടീം ഉണ്ടാവുന്നുണ്ട് ഈജിപ്തില്. ഇവർ പ്രധാനമായിട്ടും ഹുക്കൂക്കിങ്ങൾ എന്നാണ് പറയുക, അഥവാ കുല്ലിയത്തിൽ ഹുക്കൂക്ക്, നിയമ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളാണ്. കുല്ലിയത്തു ശരിയത്ത് ഉണ്ട്, കുല്ലിയത്തിൽ ഹുക്കൂക്ക് അല്ലെങ്കിൽ കാനൂനിന്റെ ആളുകളുണ്ട്. അപ്പൊ ഇവിടെ കാനൂനിന്റെ ആളുകൾ അവർ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അവിടെ കാനൂൻ എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിട്ട് ഫിഖ് ആയിരിക്കും, എന്നാൽ അത് മോഡേണൈസ്ഡായിട്ടുള്ള ഫിഖ് ആയിരിക്കും. അപ്പൊ ശരീഅത്ത് പഠിക്കുന്ന ആളുകൾ നമ്മുടെ പഴയ കിതാബുകളൊക്കെ നോക്കിയിട്ട് ശരീഅത്ത് പഠിക്കും. കാനൂന് പഠിക്കുന്ന ആളുകള് ആധുനികമായ ഈജിപ്തിന്റെ അല്ലെങ്കിൽ മൊറോക്കോയുടെ മറ്റുള്ള രാജ്യങ്ങളുടെ കാനൂന് വെച്ചിട്ട് പഠിക്കും. ഈ കാനൂനിന്റെ ആളുകളാണ് ഇങ്ങനെ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ. കാരണം ശരീഅത്തിന്റെ ആളുകൾക്ക് നമ്മുടെ ഇസ്നവിയുടെ ഷറഹുൽ മിൻഹാജും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ അസ്ഹറിൽ ഉണ്ടായിരുന്ന കിതാബുകൾ, അവ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കാനൂനിലുള്ള ഹുക്കൂക്കിലുള്ള ആളുകൾ, അപ്പൊ അവരാണ് ഈ തജ്ദീദുമായി ആദ്യമായിട്ട് വരുന്നത്. ഈ സമയത്താണ് അസ്ഹറിൽ കരിക്കുലം ചേഞ്ച് എന്ന ഒരു വിഷയം വരുന്നത്. ഇന്നിപ്പോ ദാറുൽ അടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലും ഈ ചർച്ചകൾ സജീവമാണ്. അഥവാ മത്തിൻ, നേരത്തെ ഫിഖിൽ പറഞ്ഞതുപോലെ മത്തിനുകളും ഷറഹുകളും ഹാഷിയകളും എന്ന ആ കരിക്കുലം ഫ്രെയിംവർക്കിൽ നിന്ന് ആധുനിക പണ്ഡിതന്മാർ രചിച്ച പുതിയ കിതാബുകൾ കരിക്കുലമായിട്ട് വെക്കണം. ഹാഷിയകളുടെ കാലം കഴിഞ്ഞിട്ടുണ്ട്, അവക്ക് പുതിയ വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് പഠിച്ചാൽ ഒന്നും തിരിയില്ല, ആ ഇബാറത്ത് തിരിയുക എന്നല്ലാതെ ആ വിഷയം മനസ്സിലാവൂല എന്ന ഒരു ആശങ്ക. ആ ആശങ്ക പരിപൂർണമായും അസ്ഥാനത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മളും തന്നെ ഇന്ന് അത്തരം ചർച്ചകൾ കേരളത്തിൽ സജീവമാക്കുന്നുണ്ട്. എന്നാൽ ദാറുൽ ഹുദ അവിടെ സ്വീകരിച്ചത്, ഇപ്പൊ ഈജിപ്തിലും ഇതേപോലുള്ള രീതി വന്നപ്പോ
ഈ പറഞ്ഞ ഉസൂൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വന്നപ്പോൾ രണ്ട് ശൈലിക്കാരുണ്ടായിരുന്നു. ഒരു ടീം ഇത് ഉപകാരപ്രദമാണ്, കാരണം കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസിയാണ് അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ജമ്മില് ഇജ്മാഇന്റെ ബാബ് ഓതുന്നതിനേക്കാൾ ഖല്ലാഫിന്റെ ആ വിഷയത്തിൽ 2-3 പേജിൽ ഇജ്മാ ഓതിയാൽ എന്താണ് ഇജ്മാ, എന്തൊക്കെയാണ് അഭിപ്രായം എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവാം. മറ്റോടത്താകുമ്പോൾ കുറേ ഇഖ്തിലാഫുകൾ, കുറേ അക്വാലുകളൊക്കെ പറയും, അതിന് കൃത്യമായ ദലീൽ ഉണ്ടാവില്ല, അപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല എന്ന ഒരു പ്രശ്നം. എന്നാൽ അപ്പോഴും ഈജിപ്തിലടക്കം ഉണ്ടായിരുന്ന മറ്റൊരു വിഷയം, ഈ ആധുനിക കിതാബുകളിൽ പ്രത്യേകമായ പുതുമയൊന്നുമില്ല, മാത്രമല്ല അത് ആധികാരികത നഷ്ടപ്പെടുത്തുന്നു എന്ന ഒരു ടീം ഈജിപ്തിലുണ്ടായിരുന്നു. ഇവിടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയാണ്, ഇവിടെയും ആ തർക്കങ്ങൾ ഇപ്പോഴും ഉണ്ട്. പഴയ ട്രഡീഷണൽ കിതാബുകൾ നിലനിർത്തണോ അതല്ല പുതിയ കിതാബ് വെക്കണോ എന്നത്. അന്ന് ഈജിപ്തിൽ വന്ന ഇതൊരു പക്ഷെ നമ്മൾ ഈജിപ്തിന്റെ മാറ്റങ്ങളൊന്നും കണ്ടിട്ടല്ല, ഇവിടെ സ്വാഭാവികമായിട്ട് വന്ന, ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ മോഡേണൈസേഷൻ ഉണ്ടായി ഒരു 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടാകുന്നത് പോലെ സ്വാഭാവികമായ കാറ്റിൽ ഇവിടേക്ക് വരികയാണ്. അപ്പൊ അവിടെയും അന്നെന്താണ് ഒരു സൊല്യൂഷനായിട്ട് ഉണ്ടാക്കിയത്, മുൻകാല കിതാബുകൾക്ക് ആധുനികമായ താലീക്ക് നൽകുക എന്നതാണ്. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന നമ്മുടെ ഒരു കരിക്കുലം കമ്മിറ്റി മീറ്റിംഗിൽ അക്കാഡമിക് കൗൺസിലും നമ്മൾ പ്രധാനമായ ഒരു ആശയമായിട്ട് വെച്ചതും ഇതാണ്. അപ്പോ തുറാസിയായ കിതാബുകൾക്ക് താലീഖുൻ ജദീദ്, പുതിയ താലീഖുകൾ നമ്മളിപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ദാറുൽ പല കിതാബുകൾക്കും അങ്ങനെ പുതിയ താലീഖുകൾ ചെയ്യാൻ തുടങ്ങി. അതിനൊരു ഉപകാരമായിട്ട് നമ്മൾ കാണുന്നത് ആധികാരികത നഷ്ടപ്പെടൂല. കാരണം അത് പറഞ്ഞത് ഉസൂൽ ഫിഖിലൊക്കെ ഏറ്റവും പ്രശസ്തരായ ഒതന്റിസിറ്റിയുള്ള മറ്റു പല വിജ്ഞാന ശാഖകളും അറിയുന്ന അതോറിറ്റിയുള്ള ഒരു പണ്ഡിതനാണ് പറഞ്ഞത്. മറ്റേത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കും പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിനപ്പുറം പ്രശ്നം ആധുനികമായ ആളുകൾ പലപ്പോഴും മദ്ഹബിലെയോ ഇസ്ലാമിലെയോ സഹീഹായ അസഹായ അഭിപ്രായത്തായിരിക്കില്ല പറയാ, അവരുടെ ഇജ്തിഹാദിനെ ആയിരിക്കും പറയാ. എന്നാൽ മുൻകാല പണ്ഡിതന്മാര് അവരുടെ ഇജ്തിഹാദ് പറയുമ്പോഴും വലിയ നല്ല സമീപനത്തിന് മാറ്റം ഉണ്ടായിരുന്നു. അതെന്താണ്, ഇപ്പോ നബിമാമിന്റെ കിതാബ് എടുത്തു നോക്കുകയാണെങ്കിൽ ഖുൽതു അല്ലാഹു അലം, എവിടെയാണ് അദ്ദേഹം സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്, അങ്ങനെ അവിടെയും ഇതേപോലെയുള്ള പല താലീക്കുകള് കാര്യങ്ങളൊക്കെ വന്നു. എന്നാൽ അന്നും അസ്ഹരികളുടെ പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ലാ മസീദ വലാ ജദീദ ഫി മസാഇലുൽ ഉസൂൽ എന്നൊരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 50കൾക്ക് ശേഷം വീണ്ടും എന്തായി, ജുസ്ഇയായ തജ്ദീദുകൾ സാധ്യമാണ് എന്ന ഒരു ചർച്ച കടന്നു വന്നു. ജുസ്ഇയായ അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങളാവില്ലെങ്കിലും ചില ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ എന്താവാം, മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ പുതിയ ഇജ്തിഹാദുകളാവാം, പുതിയ കണ്ടെത്തലുകൾക്ക് സ്കോപ്പ് ഉണ്ട് എന്ന ഒരു ഉദാഹരണത്തിന് അന്ന് വന്ന ഇപ്പോ അലിജുമ വാദം ഉന്നയിക്കുന്നുണ്ട് അല്ല, ജുസ്ഇയായ പാർഷ്യൽ തജ്ദീദ് അത് സാധ്യമാണ്. അപ്പൊ അദ്ദേഹം അതിന് ഉദാഹരണം കൊടുക്കുന്നത് അദ്ദേഹത്തെ തന്നെ കിതാബുണ്ട്, കിതാബ് നസ്ഖിനെ കുറിച്ച് അലിജുമക്ക് ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം 2 പുതിയ ആശയങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, ഒന്ന്, നസ്ഖ് എന്നുള്ളത് വാജിബിനെയും ഹറാമിനെയും ഹലാലിനെയുമായി ബന്ധിക്കുകയുള്ളൂ, അത് കറാഹത്തിനോ സുന്നത്തിനോ ഉണ്ടാവുകയില്ല എന്നൊരു വാദം. അപ്പൊ ഇത് നേരത്തെയുള്ള ഉസൂലി മൗഖിഫിന് എതിരൊന്നുമല്ല. നസ്ഖ് ഉണ്ടാകല് ഹുക്മു ശർഈയില് നേരത്തെ വാജിബായ ഒരു കാര്യം ഇപ്പോ വാജിബല്ലാതായാകാം, സുന്നത്താവാം. നേരത്തെ ഹറാമായ ഒരു കാര്യം പിന്നീട് ഹലാലാവാം, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം ഹറാമാവാം. ഇങ്ങനെയുള്ളതാണ് മാറുക. എന്നാൽ മൻദൂബായ ഒരു കാര്യം, അതൊരു അഖ്ലാഖുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിൽ പിന്നെ എന്താവേണ്ട ആവശ്യമില്ല, മാറ്റങ്ങൾ വരേണ്ട നസ്ഖ് അതിലല്ല, മാക്കൂലല്ല. കാരണം മന്ദൂബായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തില്ല, നിർബന്ധമൊന്നും അവിടെ ഇല്ല, പിന്നെ അത് അടിസ്ഥാനപരമായിട്ട് നല്ല കാര്യമായിരിക്കും. അപ്പോൾ പിന്നീട് അത് നല്ലതല്ലാതായി തീരുകയില്ല. അത് അഖ്ലാഖുമായി ഖിയമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു വിശദീകരണം അത് ഫിഖിന്റെ മസാലകളോട് വിയോജിക്കുന്നില്ലെങ്കിൽ അത് ഉസൂൽ ഫിഖിന് വിരുദ്ധമൊന്നല്ല. പുതിയൊരു പണ്ഡിതന് അത്തരം കാര്യങ്ങളാണെങ്കിൽ കണ്ടെത്താം. അതേപോലെ ദലാലത്തുൽ ഇഖ്തിറാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പണ്ഡിതനെ കണ്ടെത്തുന്നുണ്ട്. ദലാലത്തുൽ ഇഖ്തിറാന് എവിടേക്കാണ് ദലീലാവുക, എവിടെയാണ് ദലീലല്ലാത്തത്, ഇഖ്തിറാന് എന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്താണ്, ഇസ്തിഖ്റായിലൂടെ ഉസൂലിന്റെയും ഫിഖിന്റെയും ഗ്രന്ഥങ്ങൾ ഇസ്തിഖ്റാ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പുതിയ ആശയം, നേരത്തെയുള്ള നമ്മുടെ മസായിലുകൾക്കോ മവാഖിഫുകൾക്കോ വിരുദ്ധമല്ലാത്ത ഒരു ആശയം വരികയാണെങ്കിൽ അതിനോട് നമുക്ക് വിയോജിപ്പില്ല. എന്നാൽ അലിജുമ അദ്ദേഹത്തിന്റെ നസ്ഖിന്റെ കിതാബിൽ തന്നെ പറയുന്ന മറ്റൊരാശയമുണ്ട്, നസ്ഖു തിലാവത്ത് മാ ബഖാഇൽ ഹുക്ം എന്നത്. അത്
മുഹാലുൻ അഖലൻ ഗൈറു ജായിദിൻ ശർഅൻ വ അഖലൻ എന്നതാണ് അലി ജുമയുടെ ആശയം. എന്നാൽ അത് ഉസൂൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് ഉസൂലികളുടെ ഇജ്മാഉള്ള വിഷയമാണ് എന്ന് നമുക്ക് കാണാം. ഖുർആനില് മാത്രമല്ല നസ്ഖിനെ കുറിച്ച് കൂടുതൽ പഠിച്ച സുയൂത്തി ഇമാമിനെ പോലെയുള്ള ഇമാമുൽ സർക്കഷിയെ പോലെയുള്ള പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുന്നതാണ് തിലാവത്ത് മൻസൂഖായിട്ട് ഹുക്മ് ബാക്കിയാവുക എന്നുള്ളത് സംഭവിക്കാവുന്നതാണ്. ആയത്തുർ റജ്മ് പോലെ അതിനിഷ്ടം പോലെ ഹദീസുകളുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലടക്കം ഹദീസുകളുണ്ട്. എന്നാൽ നസ്ഖിനെ നിഷേധിക്കുന്ന മറ്റു പല പണ്ഡിതന്മാരും ഇത് നിഷേധിക്കുന്നുണ്ട്. അവരത് മറ്റൊരു മൻഹജിലാണ് നിഷേധിക്കുന്നത്. അപ്പൊ അലി ജുമ ഉദാഹരണത്തിന് ഇതിപ്പോ ഉസൂൽ ഫിഖിൽ ഇജ്മാ ഉള്ള നേരത്തെയുള്ള മുതഖദ്ദിമീങ്ങളായ പണ്ഡിതന്മാരുടെ ഏകോപിച്ച ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായ കാര്യമാണ്. പക്ഷെ അതുപോലും പറയുന്നിടത്തേക്ക് ഈ തജ്ദീദ് പോയി. പിന്നീട് നസ്ഖിന്റെ വിഷയത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ മുസ്തഫ സയ്യിദ് അന്നസ്ഖു ഫിൽ ഖുർആൻ എന്ന കിതാബില് അദ്ദേഹം ഉന്നയിക്കുന്നത് ഖുർആനിൽ നസ്ഖ് ഉണ്ടാകുകയില്ല എന്ന വാദമാണ്. അന്ന് അതിനെതിരെ ഇഷ്ടംപോലെ പണ്ഡിതന്മാർ വന്നു. എന്നാൽ ഇന്ന് നസ്ഖുമായി ബന്ധപ്പെട്ട് വരുന്ന ആധുനിക ചർച്ചകൾ ധാരാളം ആളുകൾ നസ്ഖിൽ എന്താണ് ഉലമാക്കളുടെ നേരത്തെയുള്ള വീക്ഷണങ്ങളെ മാറ്റിമറിക്കുന്ന. അപ്പൊ മുസ്തഫ സയ്യിദ് നസ്ഖിനെ നിഷേധിക്കുമ്പോൾ അസ്ഹറിൽ നിന്നുള്ള പണ്ഡിതന്മാർ പോലും അതിനെ വിരുദ്ധമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ധാരാളം കിതാബുകള് നിങ്ങൾക്ക് ഡോക്ടർ ത്വാഹ ജാബിർ അൽവാനിക്കുണ്ട് നസ്ഖിനെ കുറിച്ച്. അദ്ദേഹം നസ്ഖിനെ കംപ്ലീറ്റ് ആയിട്ട് ഖുർആനിൽ മാത്രമല്ല നസ്ഖ് എന്നുള്ള കൺസെപ്റ്റിന് തന്നെ സ്കോപ്പില്ല. നസ്ഖ് ഉണ്ടാവാം, അത് അദിയാനു സ്ഥാപിക്ക തൗറാത്ത് നസ്ഖ് ചെയ്തിട്ടുണ്ട് മുത്തഫഖൻ അലൈഹി. എന്നാൽ ഇസ്ലാമിൽ വഹി ഇറങ്ങിയ ഒരു കാര്യത്തിന് നസ്ഖ് ഉണ്ടാവുക എന്നത് പറ്റൂല എന്നതാണ് അവരടക്കമുള്ള നിരവധി ആളുകളുടെ വാദം. പിന്നീട് ജാബിരി, അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായ അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് ലാ നസ്ഖ ഫിൽ ഖുർആൻ, ഖുർആനിൽ നസ്ഖില്ല എന്ന, അതിന്ന് സർവ്വവ്യാപകമായ ഒരു കാര്യമാണ്. ഇതേപോലെ ഉസൂലിലുള്ള മറ്റൊരു വിഷയമാണ് ഇജ്മാഉമായി ബന്ധപ്പെട്ട വിഷയം. ഇജ്മാഇൽ തശ്കീക്ക് ചെയ്യുക എന്നത്. അതും അവിടെ ഡോക്ടർ അഹമ്മദ് അദ്ദേഹത്തിന് അൽ ഇജ്മാഉ ബൈന നളരിയത്തി വത്തത്ബീഖ് എന്നൊരു കിതാബുണ്ട്. അൽ ഇജ്മാഉ ബൈന നളരിയത്തി വത്തത്ബീഖ്. അപ്പൊ അദ്ദേഹം തന്നെ ഇജ്മാഇൽ കുറെ തശ്കീക്ക് കൊണ്ടുവന്നു. ഇന്ന് അതും സർവ്വവ്യാപകമാണ്. ഇന്ന് ഇജ്മാഇനെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളം കാണാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഖിൽ കാര്യമായ മാറ്റങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഉലമാക്കൾ പ്രതിരോധിച്ചിരുന്നത് ഇത് ഇജ്മാഇന് വിരുദ്ധമാണ് എന്നതാണ്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്തായി? ഇജ്മാഇൽ തന്നെ ശക്കാക്കുന്ന രീതി വന്നു, തശ്കീക്ക് വന്നു. അപ്പൊ ഇജ്മാ ഇല്ല, അല്ലെങ്കിൽ ഇജ്മാ ഹുജ്ജത്താണെങ്കിൽ തന്നെയും അത് വാക്കിയിൽ മൗജൂദാവൂല എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് മറ്റു ചില പണ്ഡിതന്മാർ, ഇപ്പോ ഉദാഹരണത്തിന് ഡോക്ടർ ത്വാഹ ജാബിർ അൽവാനി, അദ്ദേഹം നസ്ഖില്ല എന്ന് പറയുകയാണെങ്കിലും ഇജ്മാഇന്റെ അവിടെ അവരുടെ വാദം എന്താണ്? ഇജ്മാ ഉലമാക്കൾ, നേരത്തെയുള്ള ഉലമാക്കള് ഇജ്മാഇന്റെ ദാഇറയെ വളരെ ചെറുതാക്കുകയാണ് ചെയ്തത്. അതിന് കുറെ നിബന്ധനകൾ അവര് ഇത്തിഫാഖു ജമീഇൽ മുജ്തഹിദീന ഫി അസ്രി മിനൽ ഉസൂർ. അപ്പൊ എല്ലാ ഉലമാക്കളുടെയും എന്ത് വേണം? ഇത്തിഫാഖ് വേണം. അങ്ങനെ ആയാൽ അത് മുഹാലാണ്. അപ്പൊ ഇജ്മാഇനെ അവർ തൻവീരിയായിട്ട് പറഞ്ഞെങ്കിലും വാക്കിയിൽ അത് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഉലമാക്കള് ഇതിന് അനാവശ്യമായ നിബന്ധനകൾ കയറ്റി. അതുകൊണ്ട് ഇന്ന് ഇജ്മാഇനെ കുറച്ചുകൂടി സാർവത്രികമാക്കണമെങ്കിൽ ഇജ്മാഇൽ മുൻഗാമികളായ പണ്ഡിതന്മാർ കൊണ്ടുവന്ന നിബന്ധനകൾ ലഘൂകരിക്കേണ്ടതുണ്ട്. ഈ അഭിപ്രായത്തിന്റെ പേരിലാണ് ആധുനികമായ പല പണ്ഡിതന്മാരും അൽ ഇജ്തിഹാദുൽ ജമാഇ, കളക്റ്റീവ് ഇജ്തിഹാദ്, ഇങ്ങനെ നമ്മൾ മജാമിഉൽ ഫിഖിയ്യ ഇന്നലേക്ക് നമ്മൾ നടത്തിയത് അതിന്റെ ചെറിയ ഒരു രൂപം അൽ ഇഫ്താഉൽ ജമാഇ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇജ്തിഹാദുൽ ജമാഇ അല്ലെങ്കിൽ മജാമിഉൽ ഫിഖിയ്യ ഒരു കറാർ ഫിഖി ഉണ്ടായാൽ അവിടെ ഇത്തിഫാക്കൻ എല്ലാവരും കൂടി അംഗീകരിച്ചിട്ട് ഒരു കറാർ എടുത്താൽ അതിനെ ആധുനികമായ ഇജ്മാ ആയിട്ട് പരിഗണിക്കാം എന്ന് വാദക്കാർ ഒരു വശത്തുണ്ട്. ഒരു വശത്ത് ഇജ്മാ ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ മറ്റൊരു വശത്ത് ഇജ്മാ കുറച്ചുകൂടി പ്രായോഗികമാകണം എന്ന വാദക്കാരാണ്. പക്ഷെ നമ്മുടെ ഉസൂൽ വെച്ച് നോക്കുമ്പോൾ എന്നല്ല അഖലൻ എന്ന് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു മജ്മുഉൽ ഫിഖിയുടെ ഒരു കറാറിനെ ഇജ്മാ ആക്കിയത് കൊണ്ട് ആർക്കും ഉപകാരമില്ല, ദീനിനും ഉപകാരമില്ല, ഫിഖിനും ഉപകാരമില്ല, ആർക്കും ഉപകാരമില്ല. കാരണം എന്താ? കുറെ ഇജ്മാ വേണമെന്ന് നമുക്കൊന്നും നിർബന്ധമില്ല. എന്നാൽ ഇജ്മാഇന്റെ അടിസ്ഥാനം ചോദ്യം ചെയ്യുമ്പോൾ അത് സവാബിത് ശർഇയ്യയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അത് പിന്നെ ഇസ്ലാമിനെ, ശരീഅത്തിനെ, ഫുഖഹാക്കൾ കൊണ്ടുവന്ന നിയമങ്ങളെയൊക്കെ ഇൻകാർ ചെയ്യുന്നതിലേക്ക് എത്തിക്കും ഇജ്മാഇന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ. കാരണം ഇസ്ലാമിന് സവാബിത് ശർഇയ്യ ഉണ്ട്.
ഇന്ന് ആധുനിക ഫിഖിലെ അല്ലെങ്കിൽ ഉസൂൽ ഫിഖിലെ ഏറ്റവും വലിയ മറ്റൊരു ചർച്ചയാണത്. അസ്സവാബിതു ശർഇയ്യ വൽ മുതഗയ്യിറാത്ത്. ഏതൊക്കെയാണ് കാലാതീതമായി മാറ്റങ്ങൾ സാധ്യമല്ലാത്ത നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിലുള്ള നിയമങ്ങൾ, ഏതൊക്കെയാണ് കാലാനുസൃതമായിട്ട് മാറാവുന്ന നിയമങ്ങൾ എന്ന വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പല പണ്ഡിതന്മാരുടെയും രചനയിൽ ഇതിന്റെ ദായിറത്ത് ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകും. ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ മാറുന്നത് കുറെ കൂടും, മറ്റു ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ മാറാത്തതായിരിക്കും കൂടുതൽ. എന്തായാലും സവാബിദ് ശർഇയ്യ ഉണ്ട് എന്നത് അവിതർക്കിതമാണ്. കാരണം അതില്ലെങ്കിൽ പിന്നെ ശരീഅത്തിന്റെ മാന എന്താണ്? ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വഹ്യായിട്ട് ഒരു ശരീഅത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ശരീഅത്ത് എക്കാലത്തേക്കുമുള്ള ശരീഅത്താണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നും സവാബിത്തില്ല, ഒരു ഇജ്മാഉം ഇല്ല എന്ന് വരികയാണെങ്കിൽ അത് ശരീഅത്തിന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതും മാത്രമല്ല ശരീഅത്ത് അള്ളാഹുവിന്റെ വഹയിനാൽ സ്ഥാപിതമായി എന്ന തത്വത്തെ നിരാകരിക്കുന്നതുമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പേഴ്സണലോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെയും പ്രതിഷേധിക്കേണ്ടതൊന്നും ആവശ്യമില്ല. കാരണം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ട് മാറാവുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ സവാബിദ് ശർഇയ്യ എന്നുള്ളത് ദീനിന്റെ ഹുവിയ്യത്തിനെ നിലനിർത്താൻ അനിവാര്യമായ കാര്യങ്ങളാണ്. അവയാണ് പ്രധാനമായി ഇജ്മാഇലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര സമീപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് നമ്മളൊക്കെ അനലൈസ് ചെയ്യാം, എന്നിട്ട് ബൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കിതാബുകൾ എന്തുകൊണ്ട് മുൻകാല പണ്ഡിതന്മാരുടേത് സ്വീകരിക്കുന്നു, ആധുനിക പണ്ഡിതന്മാരുടേത് സ്വീകരിക്കുന്നില്ല? അതിൻ്റെ മാനദണ്ഡം എന്താണ് അല്ലേ? അപ്പം അത് തസവുഫ് ആണോ എന്നുള്ള എന്നാണ്. തസവുഫിൻ്റെ അല്ലെങ്കിൽ വറ ആണ് അതിൻ്റെ കാരണം എന്ന് മാത്രം നമുക്ക് ലഘൂകരിക്കാൻ പറ്റൂല. കാരണം ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഔറവും അഫ്കഹും ഉണ്ടെങ്കിൽ ഒരാള് ഇൽമൻ കൂടുതലുണ്ട്, മറ്റൊരാള് വറഅൻ തഖ്വൻ കൂടുതലുണ്ടെങ്കിൽ ഇൽമിയായ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുക അഫ്കഹിനെയാണ്. കാരണം അയാളുടേതാണ് ആധികാരികതമായ നിലപാട്. പിന്നെ ഇവിടെ ഉലമാക്കൾക്ക് നമ്മളുടെ ഹാറൂൻ സ്പവാക്കൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആർക്കിടൈപ്പ് ഓഫ് സുന്നി സ്കോളർ എന്ന് പറഞ്ഞാൽ ഒരു സുന്നി സ്കോളർ ഉണ്ടാക്കുന്നത് കേവലമായ ഫിഖ്ഹോ അല്ലെങ്കിൽ കലാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫന്നല്ല, കലാമിലും ഫിഖ്ഹിലും തസവുഫിലും ഒരേ സമയം അവർ ഇടപെടുകയും അതിലൊക്കെ അവർ തസ്നീഫ് നടത്തുകയും അതിലൊക്കെ പരസ്പര ബന്ധിതമായ കിതാബുകൾ രചിക്കുകയും ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ താജുദ്ദീൻ സുബിക്ക് റഹിമഹുള്ളയുടെ ജമ്മുൽ ജവാമി തന്നെ. ജമ്മുൽ ജവാമിയിൽ ഇൽമുൽ കലാം സ്വാഭാവികമായിട്ടും മുത്തക്കല്ലിമീൻ സ്കോളർ എന്ന രീതിയിലുണ്ട്. ഉസൂൽ ഫിഖ് ആൻഡ് ഫിഖ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററാണ്. പിന്നെ അറ്റ് ദ എൻഡ് തസവുഫിലൊരു ഖാത്തിമത്തുൻ ഫി തസവുഫി എന്ന് പറഞ്ഞിട്ട്, എന്ന് മാത്രമല്ല ഇൽമുൽ കലാമിലും അബാദിഉ ഇൽമുൽ കലാമും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഉലമാക്കളുടെ പൊതുവെ ശൈലിയായിരുന്നു. ഇപ്പോൾ സക്കരിയ അൽ അൻസാരിയെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. സക്കരിയ അൽ അൻസാരി ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഉലമാക്കാണെങ്കിലൊക്കെ എല്ലാ ഫന്നിലും ഈ 3 ഫന്നിലും അവർ രചനകൾ നടത്തിയിട്ടുണ്ടാവും, ഷർഹൽ നടത്തിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവ്നെസ് അവർക്കുണ്ട്. 1. 2, നമ്മളവരെ സ്വീകരിക്കുന്നത് മദ്ഹബിലെ റാജിഹ് എന്ന രീതിയിലാണ്. ഇപ്പം മദ്ഹബാകുമ്പോൾ ഇന്നലെയും ആ വിഷയം ഇവിടെ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ മസ്ലഹത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അത് ഈ വിഷയത്തിൽ 2 രീതിയുണ്ട്. 1, മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായം ഏതാണ്? അത് രാവിലെ അമീർ ഉസ്താദ് അതിലേക്ക് സൂചന നൽകിയിരുന്നു. അപ്പം മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായം ഇപ്പം നിഹായത്തുൽ മുത്തലബ് ഇമാമുൽ ഹറമൈനുൽ ജുവൈനിയുടെ നിഹായ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പല വിഷയങ്ങളും സവിസ്തരം പ്രതിപാദിക്കും. എന്നിട്ട്
അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ തൻ്റെതായ ചില തെർജീഹാത്തുകൾ ബോധ്യപ്പെടും. എന്നാലും പിന്നെ മൂപ്പരതിന് മടങ്ങിയിട്ട് വൽ മദ്ഹബ് എന്താണ്, അത് നഖലാണ്. അതുകൊണ്ട് തന്നെ നഖലിൽ സ്ഥാപിക്കപ്പെട്ടതാണ് മദ്ഹബിൽ റാജി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൺക്ലൂഷൻ ചെയ്യുക മദ്ഹബിൽ റാജിയാണ്. എന്തല്ല, അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ അനുമാനം എന്ന് പറഞ്ഞാൽ കേവലമായ ബോധ്യങ്ങളല്ല, അത് കൃത്യമായ ആധികാരികമായ ഇജ്തിഹാദാണ്. എന്നാൽ പോലും മദ്ഹബ് ഷാഫി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് മദ്ഹബിൻ്റെ ഉസൂലുകൾ, അതിലെ കൗലുകൾ, അതിൻ്റെ തഖ്രീജ്, ഈ ഒരു ഉസൂൽ അനുസരിച്ചാണ് മദ്ഹബിൻ്റെ റാജിഹ് എന്ന് പറയുന്നത്. അപ്പം മദ്ഹബിൻ്റെ റാജിഹ് തന്നെ അമല് ചെയ്തോളന്നില്ല, അത് നമ്മളാരും മദ്ഹബിൽ ഒരാളും പറയുന്നില്ല. അപ്പോൾ മദ്ഹബ് എന്ന രീതിയിൽ കൂടിയാണ് മദ്ഹബിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ആധുനിക പണ്ഡിതന്മാരും ഈ ഉലമാക്കളും തമ്മിലുള്ള മറ്റൊരു പ്രത്യേകത, ഇപ്പം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ കിതാബ് രചിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുള്ള ഉലമാക്കളൊക്കെ കിതാബ് രചിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള മാനദണ്ഡം ഉസൂലുൽ ഫിഖ്ഹാണ്, ദലീലാണ്. പിന്നെ വന്ന മുൻഗാമികൾ രചിച്ച കിതാബുകളാണ്. ഈ ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഡിസ്കേസീവ് ട്രഡീഷൻ എന്ന് പറഞ്ഞ ആ തുടർച്ച കൂടിയാണ് ഈ കിതാബുകൾക്ക് ആധികാരികത നൽകിയത് എന്നല്ലാതെ ആ സ്കോളർ മാത്രമല്ല. ഉദാഹരണം ജമ്മുൽ ജവാമി എടുക്കുകയാണെങ്കിൽ ജമ്മിൽ പറഞ്ഞ മസ്അലകളോ അഭിപ്രായങ്ങളോ എന്തല്ല, പുതിയതല്ല. അതെടുത്തിട്ട് അതിന് തൊട്ട് മുമ്പത്തെ മിൻഹാജ് എടുത്തിട്ട് ബൈദാവിയുടെ മിൻഹാജ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചിലത് മാത്രമേ ജദീദുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പണ്ടേ ഉള്ള ഇബാറത്തടക്കം മുമ്പേ ഉള്ളതാണ്. ആ ഇബാറത്ത് മാറിയാൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയത് എന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഒരാൾ ജദീദായിട്ട് കിതാബ് എഴുതാണ്, പുതിയൊരു കിതാബ് എഴുതാണ്. ഇത് മുൻഗാമി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇദ്ദേഹം എന്ത് കണ്ടെത്തി എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇദ്ദേഹം ഒരു കിതാബ് എഴുതുമ്പോൾ, പൊതുവെ ഉള്ളത് ഞാൻ പറഞ്ഞത് ഓരോ പണ്ഡിതൻ്റെതല്ലേ, ഇദ്ദേഹം ഒരു കിതാബ് എഴുതുമ്പോൾ ഇതുതന്നെയാണ് മദ്ഹബിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ആധികാരികം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? ഈ പണ്ഡിതന്റെ കണ്ടെത്തലുകൾ ഇതാണ് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ നേരത്തെ ഉള്ള കിതാബ് അങ്ങനല്ല. നവവി ഇമാമിന്റെ കിതാബ് എടുക്കുകയാണെങ്കിൽ അത് നവവി ഇമാമിന്റെ അഭിപ്രായമല്ല, അത് ജയിലിന് അജിയാലായിട്ട് ഇങ്ങനെ വന്ന റാഫി ഇമാമിന്റെ, അല്ലെങ്കിൽ മുമ്പ് ഔസാൽ ഇമാമിന്റെ, അതിനു മുമ്പ് ജുവൈനിയുടെ, ഇങ്ങനെ പോയിട്ട് ഓരോ ഉലമാക്കളുടെയും റിസർച്ചിന്റെ ഫലങ്ങളെ ആറ്റിക്കുറുക്കി റെഡിയാക്കി അതിനെന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ അതിന് അലാമത്തൊക്കെ ഇട്ട്, മൂപ്പരുടെ കണ്ടെത്തലുകളാണെങ്കിൽ അത് സഹിയാണോ സഹാണോ ഒക്കെ മൂപ്പരുടെ ഫൈൻഡിങ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് ഏതാണ് ഇവരുടെ അഭിപ്രായം, ഏതാണ് പഴയ അഭിപ്രായം, ഏതാണ് സഹി, ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായ ഉസൂലുകൾക്ക് അടിസ്ഥാനമാണ്. ഇന്നിപ്പോൾ അങ്ങനല്ല. നിങ്ങളൊരു കിതാബിനെ എടുത്തു നോക്കി, അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് പറയാം. അപ്പം ഈ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ഒന്ന് ഈ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകൾക്ക് കുറേ മഹാസിനുണ്ട്, പക്ഷെ അവർ പഠിച്ചതിലൂടെ നമ്മൾ ട്രഡീഷണൽ ഇസ്ലാമിനെ എന്താക്കിക്കൊള്ളുന്നില്ല, സംരക്ഷിക്കാൻ കഴിഞ്ഞോളം എന്നില്ല. കാരണം അവർ പഠിച്ചത് ചിലപ്പോൾ ഈ ഹദാസിങ്ങൾ എഴുതിയ പുസ്തകമോ അല്ലെങ്കിൽ വിഷയങ്ങളായിരിക്കും. അപ്പം ഈ നമ്മളോട് പോലത്തെ ജാമ്യകൾക്കുള്ള ദൗത്യമാണ് നമ്മൾ ഈ ട്രഡീഷൻ കൂടി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സംരക്ഷിക്കാൻ, ദീനിനെ സംരക്ഷിക്കാൻ കുറച്ചുകൂടി സാധിക്കുക നമുക്കായിരിക്കും എന്നുള്ളത്. ആ അതെ. ആ ലബ്ധോട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ലബ്ധാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കൺക്ലൂഷൻ മദ്ഹബിലെ ആധികാരികമായതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റൂല. ആ ലബ്ധാണ്. എന്നല്ലാതെ എന്തല്ല, കിതാബിൻ്റെ ശൈലിയല്ല. കിതാബിൻ്റെ ശൈലി മുൻഗാമികളെക്കാൾ നല്ല കിതാബ് രചിക്കാൻ ഇന്നുള്ള ആളുകൾക്ക് സാധിക്കാം, അതിന് നമുക്ക് നിഷേധിക്കാനൊന്നുമില്ല. അത് കാരണം എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു രീതി വന്നല്ലോ. ഇപ്പോൾ റിസാല ഓതി എത്ര ആൾക്കാരുണ്ടാവുന്ന കാര്യത്തിൽ ഇമാമിന് ഷാഫി മുസ്തഖിൽ മുജ്തഹിദ് മുസ്തഖില് എന്നാൽ ഷാഫി ഇമാമിൻ്റെ ഭാഷ ഏറ്റവും ഭംഗിയുള്ള ഭാഷയാണ്. സുൽഫിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്. നമ്മളെ നാട്ടിലുള്ള ഉലമാക്കൾ ആരെങ്കിലും അത് ഓതിക്കോ? ഇല്ല. കാരണം എന്താ, പിന്നീട് കിതാബ് വന്നപ്പോൾ അതിനെ സ്വീകരിച്ചു. അപ്പോൾ കിതാബുകൾ പിന്നീട് സ്വീകരിക്കാം. കൂടുതൽ മികവുള്ള, അല്ലെങ്കിൽ മികവ് എന്ന് നമുക്ക് പറഞ്ഞുകൊള്ളുന്നില്ല, ഓരോ കാലത്തെയും ആളുകളുടെ ശൈലി, രീതി, വായന, ആ സംസ്കാരങ്ങളോട് യോജിച്ച രീതിയിലുള്ള കിതാബുകൾ ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ തന്നെ എന്തുണ്ട്, നമ്മൾ പഴയ കിതാബ് വെച്ചിട്ട് പുതിയ രീതിയിൽ എഴുതുന്ന ഒരു ശൈലിയുണ്ട്. പഴയ കിതാബിൻ്റെ മസാലകൾ തന്നെ, പക്ഷെ അതിൻ്റെ ഭാഷ പുതിയത്.
അപ്പൊ അത്തരമൊരു കിതാബ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് എന്തില്ല, പ്രശ്നമൊന്നുമില്ല ആ കിതാബിന്. കാരണം അതിലുള്ള കണ്ടന്റ് എന്താണ്, പഴയതാണ്, പുതിയത് കണ്ടതൊന്നുമില്ല. പക്ഷെ അതിനെ തെർത്തീബ്, അതിന്റെ ലുഗത്ത്, ഇത് കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ലുഗത്ത് ഈ കട്ടുള്ള കിതാബ് തന്നെ ഓതിക്കോളാൻ നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആധുനികമായ കിതാബിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ അസറിലൊക്കെ ഉണ്ടായ പ്രശ്നം തന്നെയാണ്. ഒന്നാം ഘട്ടം റീപ്ലേസ് ചെയ്തുമ്പോൾ നല്ല കിതാബ് തന്നെ ആയിരുന്നു. പക്ഷെ പിന്നെ വന്ന രീതി എന്ന് പറഞ്ഞാൽ ആരാണോ മുഹാലിർ അയാളെ കിതാബ് വെക്കുക എന്നുള്ള രീതിയായി. അങ്ങനെയുള്ള ഒരു അക്കാഡമിക് സ്വഭാവം, യൂണിവേഴ്സിറ്റികളുടെ സ്വഭാവം വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹുക്കൂക്കികൾ, ലോയിലുള്ള ആൾക്കാർ അവരുടെ ഒരു ബേസ് വെച്ചിട്ടാണ് ഈ മതനിയമങ്ങൾ എഴുതുക. ഈ ഹദാസിയങ്ങളായ ആളുകൾ അവരുടെ ഫൽസഫ വെച്ചിട്ടാണ് എഴുതുക. ഇങ്ങനെയുള്ള കുറേ പ്രശ്നം. അപ്പം ഈ എഴുതപ്പെട്ട കിതാബുകൾ ഇസ്ലാമികമായ ആധികാരികമാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റൂല എന്നേ അതിനുള്ളൂ. എന്നല്ലാതെ എന്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജമ്മന്നെ, ഇപ്പൊ ജമ്മു ഓതുന്ന കുറെ രാജ്യങ്ങളിൽ ജമ്മിന് പകരം ഓതുന്നത് സക്കരിയൽ അൻസാരിയുടെ ലുബ്ബുൽ ഉസൂലാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം വന്ന പണ്ഡിതനാണ്. ജമ്മിന് ഷറഹ് എഴുതിയ പണ്ഡിതനാണ്. അപ്പോൾ ഒതന്റിസിറ്റി നോക്കുമ്പോൾ ഉസൂലില് താജുദ്ദീൻ സുബ്കിയാണ് കൂടുതൽ ഒതന്റിക്. സക്കരിയൽ അൻസാരി ഫിഖിൽ കുറച്ചുകൂടി ഹാഷിയ മേഖലയിൽ സ്വാധീനമുള്ള പണ്ഡിതനാണെങ്കിൽ കൂടി. പക്ഷെ ലുബ്ബുൽ ഉസൂൽ ആളുകൾ എടുക്കാൻ കാരണം എന്താണ്, ജമ്മിലുള്ള തഖീദാത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഈസിനെസ് ഉള്ള കിതാബാണ് ലുബ്ബുൽ ഉസൂൽ എന്ന രീതിയിൽ. ഇപ്പോൾ ലുബ്ബുൽ ഉസൂൽ ബേസ് ചെയ്തിട്ട് ഒന്നും കൂടി പുതിയ രീതിയിൽ കുറച്ചുകൂടി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ യമനി പണ്ഡിതൻ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ്, അതിൽ ഇതിന് മാറ്റങ്ങളൊന്നുമില്ല, അസഹായ സഹിയായ വിഷയങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം അത്തരം കിതാബുകൾക്കൂടെ നമുക്ക് അലർജിയൊന്നുമില്ല. എന്തേ ഉള്ളൂ ഈ ആധുനികമായ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നസ്ഖ്, ഇപ്പം അലി ജുമാ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുഫ്തിയാണ്, പണ്ഡിതനാണ്, മറ്റുള്ള പോലെ ആളുകളെ പോലെ നല്ല ഷാഫിയാണ്, അശ്അരിയാണ്, സലഫികൾക്കെതിരെ നിരന്തരം പ്രഭാഷണം നടത്തുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും ഖിയാസിലാണെങ്കിലും ഇജ്തിഹാദിലാണെങ്കിലും അല്ലെങ്കിൽ നസ്ഖിലാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ നസ്ഖിൻ്റെ ഉദാഹരണം, അപ്പം ആ നസ്ഖില് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിനൊരു മുൻഗാമിയുടെയും എന്തില്ല, പിൻബലമില്ല. നമ്മളെ അബു മുസ്ലിം അൽ അസ്ഫഹാനിനെ കുറിച്ചാണ് ഇപ്പോൾ നസ്ഖിലൊരു ഇഖ്തിലാഫ് ഉണ്ട് എന്നൊരു അഭിപ്രായം പറയാറുള്ളത് മുഅ്തസിലി പണ്ഡിതൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും നസ്ഖിന് നിഷേധമല്ല എന്നാണ് ഉലമാക്കൾ അതിനെ ന്യായീകരിച്ചത്. അത് നസ്ഖിനുള്ള തഖ്സീസ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചതാണ് എന്നല്ലാതെ നസ്ഖിന് നിഷേധമല്ല എന്നാണ്. എന്നാൽ ഇന്നെന്താണ്, നസ്ഖിനെ പരിപൂർണമായി നിഷേധിക്കുന്ന അലിജുമ പരിപൂർണമായി നിഷേധിക്കുന്നില്ല. അലിജുമ അതിൻ്റെ ചില അൻവാകളെ നിഷേധിക്കുന്നു. ഖുർആനിലുള്ള നസ്ഖിനെ ശക്തമായി പരിമിതപ്പെടുത്തുന്നു. കുല്ലിയായിട്ട് നിഷേധിച്ചിട്ടില്ല, പക്ഷെ നന്നായി പരിമിതപ്പെടുത്തുന്നു. പക്ഷെ നമ്മൾ ഉസൂലിയങ്ങൾ എല്ലാ പണ്ഡിതന്മാരും മുത്തഫഖാലയ, എന്നാൽ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഹദീസും ഖുർആനും പരസ്പരം നസ്ഖ് ചെയ്യൂല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന, എന്നാൽ താജുദ്ദീൻ സുബ്കിയും പിന്നീടുള്ള പല ഉലമാക്കളും അതിനെ ജംഅ് ചെയ്ത ആ ഒരു മൗഖിഫ്, അതുവരെ നമുക്ക് പോവാം. കാരണം അത് ഷാഫി ഇമാമിൻ്റെ ഒരു മൗഖിഫാണ് എന്നതിൽ നമുക്ക് നോക്കാം. പക്ഷെ അതിനപ്പുറം സ്വഹാബികൾ പോലും ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് വരെയുള്ള ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് എന്നൊരു മാറ്റം സാധ്യമാകുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇരുന്നോണ്ടി അവർക്ക് ഇതിനോട് എതിരാവില്ലേ, നമുക്ക് മനസ്സിലാവാത്തൊരു സാധനമാണ് അത്. കാരണം ഫുഖാഹികളുടെ വിഭാഗത്തിനോട് എല്ലാത്ത രീതിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ബുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഫുഖാക്കളുടെ എന്താണ് ഓര് പറഞ്ഞ ഇങ്ങനത്തെ അവയതാണ് ഒരു ഹറാമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ കായികങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ എന്താണ് മക്കാസിദൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരാണെന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതല്ല. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഏത് കിതാബ് മക്കാസിദ് പഠിക്കണം എന്നല്ല കിട്ടുക. അവനോ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളെ നേരത്തുള്ള ഉലമാക്കള് ഓക്കെ. അപ്പോൾ എന്തിനാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉസൂൽ ഫിഖ് പഠിക്കുന്നത് എന്നുള്ളത്? ഇപ്പോൾ ഇതില് നമ്മുടെ ഒരു ധാരണ നമ്മളുടെ ഉലമാക്കൾക്കിടയിൽ സർവ്വവ്യാപകമായിട്ട് ഈ ഹാളിൽ തന്നെ ഇന്നലെ പങ്കെടുത്തൊരു പണ്ഡിതൻ തന്നെ കുറച്ച് മുമ്പ് അങ്ങനെ ഒരു അഭിപ്രായം ഞാനും അദ്ദേഹം ഉള്ളൊരു സദസ്സിൽ തന്നെ പറഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ മുഖല്ലിദീങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം മുഖല്ലിദീങ്ങൾക്കിടയിൽ ഇജ്തിഹാദിന് അല്ലെങ്കിൽ ഇഫ്താഇന് വളരെ കൃത്യമായ ഒരു സമീപന രേഖയുണ്ട്. അഥവാ റാഫി ഇമാമും നവി ഇമാമും ഇത്തിഫാക്കായ ഷേഖ് ഇത്തിഫാക്കായാൽ
അതാണ് നമ്മുടെ അഭിപ്രായം. ഇനി അവർ ഇഖ്തിലാഫാണെങ്കിൽ നബി ഇമാമിനോട് മുന്തിക്കുന്നു, നബി ഇമാമിൻ്റെ കിതാബുകൾക്കിടയിൽ ഇഖ്തിലാഫാണെങ്കിൽ നമ്മൾ തഹ്ഖീഖിനെ മുന്തിക്കുന്നു തുടങ്ങിയ, അല്ലെങ്കിൽ ഇബ്നു ഹജറും റംലിയും ഇത്തിഫാഖാണെങ്കിൽ അതെടുക്കുന്നു, അവർ ഇഖ്തിലാഫാണെങ്കിൽ നമ്മൾ തുഹഫ എടുക്കുന്നു, മറ്റുള്ള ചില വിഭാഗക്കാർ റംലിയെ എടുക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു മാനദണ്ഡം നമുക്ക് ഇന്നലത്തെ ചർച്ചയിൽ സഹായകമാകുന്നില്ലല്ലോ. ഇപ്പൊ തുഹഫ് എടുക്കുകയാണെങ്കിൽ പോലും തുഹഫയിലെ ഇബാറത്തിനെ എങ്ങനെ വായിക്കണം എന്നുള്ളതിൽ കണ്ണിയത്ത് ഉസ്താദിന് ഒരു അഭിപ്രായമാണ്, ചെറുശ്ശേരി ഉസ്താദിന് മറ്റൊരു അഭിപ്രായമാണ്. ഏത് തുഹഫയിൽ നസ്സായ പച്ചക്കുള്ള ഒരു ഇബാറത്ത് ഉണ്ടായിട്ട് ആ ഇബാറത്ത് ആ ഇസ്തിലാഹ് വെച്ചിട്ട് എങ്ങനെ വായിക്കണം എന്ന വിഷയത്തിൽ പോലും മുഖല്ലിദീങ്ങൾക്ക് എന്താവാൻ പറ്റുന്നില്ല, ഇത്തിഫാക്കാവാൻ പറ്റുന്നില്ല. അപ്പോൾ ഫിഖിൽ ഇത്തിഫാക്ക് എന്നത് അത് കുല്ലിയാത്തിലും മറ്റൊക്കെ ഉള്ള അടിസ്ഥാനപരമായ വിഷയത്തിലേ ഉണ്ടാവുകയുള്ളൂ. അത് മുഖല്ലിദായി എഴുതിയിട്ടും ഷാഫി മദബാന്ന് എഴുതിയിട്ടും ഇഖ്തിലാഫ് ഇല്ലാതിരിക്കൂല. എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഓരോ ആളുകൾക്കും വ്യക്തവും കൃത്യവുമായ തൗജീഹ് ഉണ്ടോ, ദലീലുണ്ടോ എന്നത് നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. ഒന്ന്. രണ്ട്, പിന്നെ ഉസൂൽ ഫിഖ് മറ്റു കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് എന്താണ്, അതാണ് ഇപ്പൊ പഠിക്കേണ്ടത്. ഫിഖ് മാത്രം പഠിച്ചാൽ പോരാ എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഫിഖ് എന്നല്ല, ഉസൂലിന്റെ പോലും അടിപടലം പൊട്ടിക്കുന്ന രീതിയിലാണ് പുതിയ രീതി. ഇപ്പൊ നമ്മള് 50കൾ വരെയുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അന്ന് ജുസ്ഇയായ തജ്ദീദ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒരു അഡീഷണൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. എന്നാൽ ഇന്നത്തെ രീതി ഇപ്പൊ അതല്ല. ഇന്ന് ഉസൂലുൽ ഫിഖിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്തു. ഇപ്പോ നേരത്തെ ഹസന തുറാബിയുടെ തജ്ദീദ് ഉസൂൽ ഫിഖ് എന്നുള്ള കിതാബുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഉസൂൽ ഫിഖ് നമുക്ക് മൗറൂസായ ഉസൂൽ ഫിഖ് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം പുതിയ ഒരു ഹുക്കും ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് പുതിയ ഒരു ഉസൂൽ ഫിഖ് ഉണ്ടാക്കണം, എന്നിട്ട് പുതിയൊരു ഫിഖ് ഉണ്ടാക്കണം എന്നതാണ് വാദം. അവിടേക്ക് എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം ആദ്യം ഫിഖ് പോലും പുതിയതാക്കാൻ നോക്കി. അപ്പൊ നമ്മൾ ഉസൂലിന്റെ കാര്യം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ എതിർക്കുമ്പോൾ ലാസ്റ്റ് എന്തും കൂടി പ്രശ്നമാണെന്നായി. ഉസൂൽ ഫിഖും കൂടി ശരിയില്ല. കാരണം എന്തായാലും ഫിഖ് മാറണം. അപ്പൊ പിന്നെ എന്താണ്, ഫിഖ് മാറാൻ അനുസൃതമായ രീതിയിലുള്ള പുതിയ ഒരു ഉസൂൽ ഫിഖ് ഉണ്ടാക്കണം എന്നതാണ്. ഇങ്ങനെ ഉസൂൽ ഫിഖും പുതിയത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് അത്. അങ്ങനെ അതിനിപ്പോ ആലിമ് പറഞ്ഞു നോക്കുക, അതെങ്ങനെ ശരീഅത്തിന്റെ വിധിയാവുക? ശരീഅത്തിന്റെ വിധി എന്നുള്ളത് വഹയി മുഖേന വന്ന് ആ വഹയിനെ ഇന്റർപ്രറ്റേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഹുക്കുമുകൾക്കല്ലേ ശരീഅത്തിന്റെ വിധി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട ഇന്ന് അടിസ്ഥാനപരമായിട്ട് ഒരു മുജ്തഹിദിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞ സവാബിത്ത് മുതയ്യറാത്ത്. അപ്പൊ ഈ സവാബിത്തായ വിഷയങ്ങളിൽ മുജ്തഹിദിന്റെ റോൾ എന്താണ്? അവർക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുതയ്യറാത്താണെങ്കിൽ അത് ഏതൊക്കെ മാനദണ്ഡ പ്രകാരം ഏതൊക്കെ ഹദ് വരെ അതിന് തയ്യറുണ്ടാവാൻ പറ്റും തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇന്ന് വീണ്ടും വീണ്ടും ഉസൂലിയായി ചർച്ച ചെയ്ത് മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം. കാരണം ഇന്നിപ്പോ ഇജ്തിഹാദിന്റെ എല്ലാ സീമകളും പോയിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങള് അഹ്ലുൽ ഹദീസും അസ്ഹാബുർ റഈയും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉസൂൽ ഫിഖായിട്ട് വന്നു. പിന്നീട് ഉസൂൽ ഫിഖിന് അത്ര ദൗത്യം നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. നേരത്തെയുള്ള ഇജ്തിഹാദിനെ ശരിയെന്നല്ലേ നോക്കാനുള്ള ഒരു ആക്ടിവിറ്റീസ് മാത്രമായിട്ട് പരിമിതമായി എന്നൊരു ആരോപണം അവിടെ ഉണ്ട്. ഏതായാലും ഷാഫി ഇമാമ് റിസാല കൊണ്ടുവന്നത് കൊണ്ടാണ് മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും അടക്കം എന്തായത് ഉസൂലുകൾക്ക് വിധേയമായത്. അവരടക്കം ഉസൂലുകൾക്ക് വിധേയമായി. അപ്പൊ മസാലയും മുർസലായും ഇസ്തിഹ്സാനും ഒക്കെ അതാത് മദ്ഹബുകൾ ഉണ്ടെങ്കിലും ഷാഫി ഇമാം അന്ന് ഭയപ്പെട്ട തശ്രീഅ് ഓരോരുത്തര് അവരുടെ തന്നെ തശ്രീഅ് ആക്കുകയാണ്. മൻ ഇസ്തഹസന ഫഖദ് ശറഅ എന്ന ആ ഭയം അപ്രസക്തമായി. കാരണം അവരുടെ ഇസ്തിഹ്സാനിനെ പോലും ഉസൂലിയായിട്ട് ലബ്ത് ചെയ്യുന്ന രീതിയിൽ അതിന് താരീഫുകൾ വന്നു, ഖുയൂദുകൾ വന്നു. എന്നാൽ ആധുനികമായ പ്രശ്നം എന്താണ്? ഇതൊക്കെ മാറ്റിവെക്കുന്നു. എന്നിട്ട് പുതിയ ഇജ്തിഹാദിനുള്ള ഉസൂലുകൾ. ആ ഉസൂൽ എന്താണ്? ഉസൂല് ശരിക്കും നമുക്ക് ലുഗവിയായ ഉസൂലാണ് വേണ്ടത്. കാരണം ലുഗത്താണ് നമ്മളുടെ മസ്തർ ഖുർആനും സുന്നത്താണ്. ആ ലുഗത്തിനെ മാറ്റിവെച്ചിട്ട് മസ്ലഹത്ത് എടുക്കുക എന്നതാണല്ലോ ഇന്നത്തെ പ്രശ്നം ഉസൂലിന്റെ. ഈ മസ്ലഹത്ത് എന്നുള്ളത് എന്തല്ല, ഈ ലുഗത്തെടുത്ത് ഖുർആൻ ഹദീസിൽ നിന്ന് വരാതെ ആളുകൾ റോട്ടിൽ കാണുന്ന മസ്ലഹത്തൊക്കെ പാടെടുക്കുകയാണെങ്കിൽ അതെന്തല്ല, ശരീഅത്തിന്റെ മസ്ലഹത്താവൂല. അങ്ങനെ ശരീഅത്തിന്റെ മസ്ലഹത്ത് അല്ലാതെ ഈ തശ്രീഅ് നടത്തിയാൽ ഈ ഫഖീഹ് കൊടുക്കുന്ന ഫത്വ എങ്ങനെയാണ് ഫിഖ് ആവുക? അത് ഇമാം ഷാഫി തങ്ങൾ റിസാലയിൽ പറയുന്നുണ്ട്. ഒരാൾക്കും അത് ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ എന്ന് പറയാനുള്ള അധികാരം ഒരാൾക്കില്ല, ഇല്ലാ മിൻ ജിഹത്തിൽ ഇൽമ്.
അത് കൃത്യമായ ആധികാരികമായ സോഴ്സിൽ നിന്നായിരിക്കണം. ആ ജിഹത്തുൽ ഇൽം എന്താണ്? അത് ഖുർആൻ കിതാബുല്ലാഹി തആലയാണ്, അല്ലെങ്കിൽ സുന്നത്ത് നബിയാണ്, അല്ലെങ്കിൽ ഇത്തിഫാഖുൽ ഉമ്മത്താണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞതിനോട് ഖിയാസാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനൊരു മാനദണ്ഡം ഇല്ലാതെ ഒന്നുകിൽ ഖുർആനിൽ വന്നതാണെങ്കിൽ ഹദീസിൽ വന്നതാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ യഖൂമു മഖാമഹുമയാണ്. ഇങ്ങനെയല്ലാതെ നമ്മൾ മിൻ ഇന്ത്യ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായി ഗവേഷണങ്ങൾ നടത്തിയിട്ട് അതും ഈ പറഞ്ഞ മസ്ലഹത്ത് ഇസ്ലാമികമല്ലാത്ത മസ്ലഹത്തും വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ശരീഅത്തന്നല്ലാതെ ആകുന്ന ഒരു രീതി സ്വഭാവം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നേരത്തെ ഉസൂൽ ഫിഖിന് ഉണ്ടായതിനേക്കാൾ പ്രസക്തി, കാരണം ഈ പുതിയ ഇജ്തിഹാദ് ശരിയാണോ അല്ലേ എന്ന് രണ്ടാമത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് വരികയാണ്. അതുകൊണ്ട് ഉസൂലിൽ അടിസ്ഥാനപരമായ പുതിയ പഠനങ്ങൾ നടക്കുകയും രണ്ടാമത് ഈ ഉസൂലിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന ദൗത്യം. ഇനിയുണ്ടോ പ്രധാന എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആ ആ ഇപ്പോൾ ഉസൂൽ കൊണ്ടുള്ള നമ്മളിപ്പോൾ ഇജ്തിഹാദിന്, അതായത് ഇജ്തിഹാദിൻ്റെ ഒരു സാധ്യത എന്നുള്ളത് പറയണത് ആ ഒരു ഇന്ന് കാലത്ത് ഇപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, ഇന്നലെ ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ലക്ഷ്യമാക്കിയെടുത്തത് നമ്മളുടെ ട്രഡീഷണൽ ടെക്സ്റ്റുകളാണ് അതിൻ്റെ സോഴ്സായിട്ട് എടുത്തത്. അതായത് ഒരു ഇമാമ് അല്ലെങ്കിൽ ഒരു മുജ്തഹിദിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്ത് ചെയ്തത്, ക്രോഡീകരിച്ച് വെച്ച നിയമങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒരു മുഖല്ലിദ് എന്ത് ചെയ്യേണ്ടത്, അവൻ്റെ കാര്യങ്ങൾ, അതായത് മസലകൾ, അതായത് സ്ഥാനത്ത് എടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഉസൂലിൻ്റെ കായികകളിൽ നമുക്കൊരു മസ്അല ഇസ്തിംബാത്ത് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉസൂല് പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇജ്തിഹാദിന് അല്ലെങ്കിൽ ഒരു മുഖല്ലിദിൻ്റെ ഇജ്തിഹാദിന് ഉസൂൽ ആവശ്യമുണ്ടോ എന്ന്. രണ്ട്, ഉസൂൽ ഫിഖിൻ്റെ പ്രസക്തി അത് മാത്രമല്ല, മറിച്ചെന്താണ്, ഈ ഉസൂലിന് വിരുദ്ധമായി നടക്കുന്ന ഇജ്തിഹാദുകളെ എതിർക്കുക എന്നുള്ളതും കൂടിയാണ്. അത് നമ്മളെ മദ്ഹബുകൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന ചർച്ചകൾ അതായിരുന്നു. അവരുടെ ഇജ്തിഹാദ് അത് ഇന്ന ഉസൂലിന് ഖവായിദിന് എതിരാണ് എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആധുനികമായി വരുന്ന പുതിയ വാദം ഹുജ്ജിയത്ത് സുന്ന, നേരത്തെ ഉസൂൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ ഇമാം ഷാഫി തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വർക്കും അതാണ് അൽ ബയാൻ, അല്ലെങ്കിൽ എന്താണ് സുന്നത്തിൻ്റെ ദലീൽ എന്നുള്ളത്. തുടക്കം മുതലേ തർക്കമുള്ള വിഷയമാണ്. ഇന്നതിൽ പുതിയ ചർച്ചകളാണ്. അത് പല രീതിയിൽ ആ ചർച്ച പോകുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തശ്രീഇയായതും തശ്രീഇ അല്ല വൈറു തശ്രീഇയായ ഹദീസുകളെ വേർതിരിക്കണം. ആദ്യഘട്ടത്തിൽ അതായിരുന്നു. അത് കറാഫി അടക്കമുള്ള നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ജമ്മിലടക്കം ഖിൽക്കിയും ആദിയുമായ കാര്യങ്ങളുടെ നബി ചെയ്താൽ അല്ലെങ്കിൽ ഫെയിൽ ഉണ്ടായാൽ അത് ദലീലല്ല എന്ന് നമ്മൾ ഉലമാക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എന്തായി, ഇപ്പോൾ വേറൊരു വാദം വന്നത് ഇബാദാത്തുമായി ബന്ധപ്പെട്ട് നബി പറഞ്ഞതാണ് തൗഖീഫിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നബി അംഗീകരിക്കണം, അതാണ് വഹ്യ്. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജ്തിഹാദായിരുന്നു. ഒരു മുആമലാത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നബി പറയുകയാണെങ്കിൽ അതെന്താണ്, അത് വഹ്യല്ല, അത് ഇജ്തിഹാദുൻ നബിയാണ്. ഇജ്തിഹാദുൻ നബി ആണെങ്കിൽ അത് കാലവുമായി ബന്ധപ്പെട്ടതും ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതും ആ മുക്കല്ലഫുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന് ആമായ തശ്രീ ഇല്ല. അതുകൊണ്ട് ഹദീസ് ഉള്ള കാര്യത്തിലും ആധുനികമായ തൊട്ട് മുമ്പത്തെ വാദം അതായിരുന്നില്ല. കിതാബ് നമുക്ക് എന്താക്കാം, മറികടക്കാം. കാരണം ഉലമാക്കൾ വിരചിച്ച കിതാബ് പ്രത്യേകമായ കോണ്ടക്സ്റ്റിലാണ്, അതുകൊണ്ട് അത് നമുക്ക് മറികടക്കാം എന്നതാണ് സർവ്വവ്യാപകമായ ഒരു. ഇപ്പം നമ്മളെ ആയുഷിൻ്റെ ആളും പറഞ്ഞു മുന്നത്തെ, ശരിയാണ്, നമ്മളത് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അന്നത്തേതും ഇന്നത്തേതും ഒരേമാരെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് മുൻഗാമികളെ മറികടക്കാൻ അല്ലെങ്കിൽ ഒന്നായിട്ട് മറിച്ചിടാനുള്ള ഒറ്റ ദലീലാണ്. അന്നത്തെ സാഹചര്യം വേറെയാണ്, ഇന്നത്തെ സാഹചര്യം വേറെയാണ്. പക്ഷെ അത് ഇന്നെവിടെത്തി, ഇന്ന് അതും കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇതുവരെ നസ് വന്നാൽ പിന്നെ ചർച്ച ഇല്ലാന്നായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വാദം ഒരാളുടെ വാദമല്ല, നിരവധി ആളുടെ വാദം എന്താണെന്ന് വെച്ചാൽ
നബിയുടെ ഇജ്തിഹാദിനെയും എന്തല്ല മുൽസമല്ല, ഖുർആൻ നോക്കിയാൽ മതി. അപ്പൊ പിന്നെ ഇപ്പോ ഹദീസിന്റെ സ്വലാത്തിന്റെ റക്അത്ത് അത് നബി പറഞ്ഞാലും തന്നെയാണ്, നമുക്ക് മാറ്റാനുള്ള അധികാരമില്ല. പക്ഷേ മുആമലാത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ സിയാസ ശർഇയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ അതിന് അർത്ഥവുമായി ബന്ധപ്പെട്ട് വേറെ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോ സ്ത്രീയെ അധികാരമേക്കിയാൽ അവർക്ക് രക്ഷയുണ്ടാവൂല, ഫലാഹ് ഉണ്ടാവൂല എന്ന് നബി പറഞ്ഞാൽ അതൊരു കുല്ലിയായ കായികയാണോ അതോ ആ പ്രത്യേകമായ കോണ്ടക്സ്റ്റിൽ വന്ന അവരെ കുറിച്ച് പറഞ്ഞതാണോ എന്ന ഒരു ചർച്ച വേറെ നടക്കുന്നുണ്ട്. അത് ഫഹ്മുസുന്ന. ഇതിപ്പോ അതല്ല, അതൊരു ആ ഫഹ്മ് ശരിയാണെങ്കിൽ സ്വീകാര്യമാണ് എന്ന് നമുക്ക് വെക്കാം. നമ്മുടെ ഉലമാക്കളൊക്കെ അത് ചെയ്തു തന്നെയാണ്. പക്ഷെ ഇത് അതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആമലാത്തുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, അത് എന്നത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങളല്ല. അത് ആ ജുസ്ഉമായി ബന്ധപ്പെട്ട ആ മുക്കല്ലഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇജ്തിഹാദുൻ നബിയാണ്. അപ്പൊ ഇജ്തിഹാദാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം, അത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ കോണ്ടക്സ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ അവസാനം കൊടുക്കാനെത്താ ഈ സുന്നത്തും എല്ലാവരും കളിക്കാനുള്ള കാരണം എന്താണ്? സുന്നത്തിന്റെ ഒരു ആധികാരികത നഷ്ടപ്പെട്ടാൽ ഖുർആനെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും വളരെ ഈസിയാണ്. കാരണം ഖുർആൻ എന്നുള്ളത് പൊതുവായ കാര്യങ്ങൾ പറഞ്ഞതാണ്, അത് ഹുക്മു ശർഇയ്യ ഇവിടെ ഒരു ഗ്രന്ഥമല്ല. അതുകൊണ്ട് സുന്നത്തിനെ കൂടി നിരാകരിച്ചാൽ പിന്നെ ഖുർആനിനെ എന്താക്കാം, ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇത് ഏതൊരു ഈജിപ്തിൽ നടക്കുന്ന കാര്യമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഈ വാദഗതികൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഉലമാക്കളൊന്നും ആ മേഖലയിലേക്ക് തനമ്പുഭാഗമായിട്ടാണ് നമ്മളെ പ്രശ്നങ്ങളൊക്കെ വേറെയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ദീനിന്റെ അടിത്തറ തോണ്ടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ അത് ഇവിടെ വാദിക്കുന്നത് ഷാഫി കൊല്ലത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഇത്തരം കുറെ വാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇതുണ്ടാവും. അദ്ദേഹം ഒരു മുത്തഖസ്സിസ് അല്ലല്ലോ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് കുറെ ആളുകൾക്കിടയിൽ ഇത്തരം ചിന്തകൾ വ്യാപകമായിട്ടുണ്ട്. മുസ്തഫ മൗലവി അദ്ദേഹം ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെ നേരത്തെ ഈജിപ്തില് ലാമദബീനായിട്ടുള്ള അല്ലെങ്കിൽ ഹദാസീങ്ങളായിട്ടുള്ള ഈ ആളുകൾ പറഞ്ഞ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ 60-70 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയൊക്കെ സജീവമായ ചർച്ചകളാണ്. പുതിയ ആരോപണങ്ങളൊന്നുമല്ല, അതേ കാര്യങ്ങൾ. ഇപ്പോൾ അബൂറയ്യക്ക് ആദ്യം സുന്നത്തിൽ പ്രശ്നം വന്നപ്പോൾ അവരെ വന്നിട്ടുണ്ടായിരുന്ന എന്താണ്, സ്വഹാബികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം മുസ്തശ്രീഖ്യങ്ങൾ കൊണ്ടുവന്ന അതേ പ്രശ്നങ്ങൾ അത് നമ്മളെ കുറേ ആളുകൾ കൂടിയും ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. ശരി തന്നെയാണല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, അത് അവരെ കണ്ടു, ഇവർ തമ്മിൽ പ്രശ്നം, ആയിഷ ബീവിയും അബൂ ഹുറൈറ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നു. അതിന് കുറേ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ടാക്കും. എന്നിട്ട് ആ ഹദീസുകളൊക്കെ പ്രശ്നമാണ്. ഇത് റാവികളിൽ തഷ്കീക്ക് ചെയ്തിട്ട് ഹദീസിനെ പ്രശ്നമാക്കുന്ന ഒരു രീതി, അതൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. പിന്നെ നഖ്ദു മത്തിനുൽ ഹദീസ്, മത്തിന് വന്നാൽ തന്നെ റാവിയല്ല, മത്തിനുണ്ടായത് നമുക്ക് എന്താ ചെയ്യാം, ക്രിറ്റിസിസം ചെയ്യാം. കാരണം ഈ മത്തിന് ക്രിറ്റിസിസം നമ്മുടെ അടുത്തുണ്ട്, അക്കലിന് വിരുദ്ധമായതൊന്നാണെങ്കിൽ സ്വീകരിക്കൂല എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ എന്തായി മോഡേൺ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ വിഷയമാണെങ്കിലും ഈ മത്തിനെ എന്ത് ചെയ്യാം, നഖ്ദ് ചെയ്യാം. അതാണ് ഇപ്പോൾ റഷീദ് റിലയുടെയൊക്കെ ഹദീസുൽ ബൗലയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ. അപ്പോൾ ഈച്ചന്റെ വിഷയത്തിൽ പുതിയ പഠനങ്ങളോട് വിരുദ്ധമാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ആ ഹദീസ് നബി പറയില്ല. കാരണം നബി പറയാവുമ്പോൾ അത് ശരിയാവുമല്ലോ, ആധുനിക ശാസ്ത്രം അതിനനുസരിച്ച് തന്നെയല്ലേ വരിക. അപ്പൊ നബി പറഞ്ഞത് വഹിയായിരിക്കും, അപ്പൊ നബി ഇത് പറയില്ല. നല്ല കൺക്ലൂഷനാണ് അല്ലെ, നബിനെ ഉഷാറാക്കുന്ന കൺക്ലൂഷനാണ്. പക്ഷെ അത് എന്താണ്, നമ്മളുടെ പരിമിതമായ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചിട്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഉസൂലിന്റെ അല്ലെങ്കിൽ ഇജ്തിഹാദിന്റെ നമ്മളിപ്പോ 4 ഇബാറത്ത് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന കിതാബുകൾ, പുതിയ കിതാബുകളെല്ലാം ഈ രീതിയിൽ എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ഒരു റംലി ഇമാമിന്റെ ഇബാറത്തുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും എന്തല്ല, ഒരാൾക്കും അത് സ്വീകാര്യമേ ആവൂല. കാരണം ഇതിന് ആയത്തുണ്ട്, ഹദീസുണ്ട്, ഉസൂലുണ്ട്, ഖായിദുണ്ട്, മഖാസിദുണ്ട്. അപ്പൊ ഇതിനെ പൊളിക്കണമെങ്കിൽ ഈ ഇബാറത്ത് ചെന്നാൽ ആരും സ്വീകരിക്കൂലല്ലോ അല്ലെ. ഇപ്പൊ നമ്മള് എന്തിനാണ് കലാമിൽ എന്തിനാണ് ജൗഹറും അറളും ജിസ്മും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്? എന്തിനാണ്? നമുക്ക് ആ വാദം പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അള്ളാഹുവിനെ സുബൂത്താക്കാൻ അത് ജിസ്മും ഹാദിസാണ് എന്നുള്ള ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്, മുഖാലിഫീങ്ങളോട് അത് വാദിക്കണമെങ്കിൽ അവരുടെ മെത്തഡോളജി ഉപയോഗിക്കണം എന്നതാണ്. ഇതേപോലെ ഈ ഇജ്തിഹാദ് വാദക്കാരോട് റംലി ഇമാമിന്റെ ഒരു ഇബാറത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തല്ല, അത് റംലി ഇമാമിനേക്കാൾ ഉഷാറായിട്ട് ഇബാറത്ത് നമ്മുടെ അടുത്തുണ്ടെന്നാണ് ഓല വാദം. അപ്പൊ ചുരുങ്ങിയ പക്ഷം അലലക്കല്ല അതിന ഫായിദ എന്താണ്, ആധുനിക ഇജ്തിഹാദ് വാദികളുടെ നവീനവാദങ്ങളെ
റദ്ദ് ചെയ്യണമെങ്കിൽ ഉസൂലുൽ ഫിഖിന്റെ ആധികാരികമായ പഠനമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഒന്ന്. രണ്ട്, ഇപ്പോ നവീമാം അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മുഖല്ലിദ് മുജ്തഹിദ് മുത്തലക്കിന്റെ നുസൂസിൽ വർക്ക് ചെയ്യുന്നത് മുജ്തഹിദ് മുത്തലക്ക് ഷാരിഇന്റെ നുസൂസിൽ വർക്ക് ചെയ്യുന്നതിനോട് സമാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഖിയാസുമായി ബന്ധപ്പെട്ട് ഉസൂലികൾ ചർച്ച ചെയ്തതിനെ എന്താക്കാം, നമ്മൾ ഇൽഹാക്കുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾ ഉലമാക്കളുടെ ഇബാറത്തിലേക്ക് ചേർക്കുമ്പോഴുള്ള വിഷയങ്ങൾ അത് വളരെ ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം ഒരു ഇബാറത്തിനെ രണ്ട് രീതിയിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. അവർ നസ്സിനെ, ഷാരിഇന്റെ നസ്സിനെ വായിക്കാൻ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞ കുറെ മെത്തഡോളജി ഈ ടെക്സ്റ്റുകളെ വായിക്കാൻ മുഖല്ലിദീങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ടെക്സ്റ്റുകളെ വായിക്കാൻ കൃത്യമായ മെത്തഡോളജി ഇല്ലാതെ പല ആളുകളും വായിക്കുന്നുണ്ട് എന്നത് ഒരു പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നം. പിന്നെ രണ്ട്, ഇനിയിപ്പോ നമ്മൾ തന്നെ മുഖല്ലിദീങ്ങളായ ആളുകളാണെങ്കിൽ പോലും നമുക്ക് ആയത്തും ഹദീസും പറയുന്നതിന് ആർക്കും തടസ്സമൊന്നുമില്ല. എന്തിനാണ് ഇപ്പൊ തടസ്സം പറഞ്ഞിട്ടുള്ളത്? ആയത്ത് ഹദീസുകളിൽ നിന്ന് ഡയറക്റ്റ് ഇസ്തിംബാത്ത്, അതിനാണല്ലോ പ്രശ്നമുള്ളത്. എന്നല്ലാതെ ഒരു വിഷയം വരുമ്പോൾ അത് മക്കപ്പോ നേരത്തെ നമ്മൾ റംലി ഇമാമിന്റെ ഈ ഇസ്തിദ്ഹാറിന്റെ സമയത്ത് ഹുർമത്തും ആവശ്യമില്ല എന്ന ഒരു വിഷയം, അത് ഈ ഇന്നത്തെ സർവ്വവ്യാപകമായ ടെസ്റ്റ് ശിശുക്കള് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ ആധുനിക രീതി സ്വീകരിക്കുന്നതിനുള്ള ഒരു തെളിവാക്കി എടുക്കുമ്പോൾ എന്താണ്, വളരെ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ മരിച്ചുപോയ കുറെ ആളുകൾക്ക് എന്താണ്, അവരുടെ മനി നമ്മൾ സ്വീകരിച്ചു വെക്കുന്നു, എന്നിട്ട് കുറെ കൊല്ലം കഴിഞ്ഞിട്ട് കുറെ കുട്ടികൾ ഉണ്ടാക്കുന്നു. ഇസ്തിദ്ഹാലിന്റെ സമയത്ത് ഹുർമത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞാല് അത് പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ വന്നാൽ നമ്മൾ ഹിഫ്ദുൻ നസ്ലി എന്ന അടിസ്ഥാന തത്വത്തിനെതിരാണ്. അപ്പൊ ആ തത്വത്തിന് എതിരാകുന്ന രീതിയിൽ ഒരു ഇബാറത്ത് കണ്ടാൽ പോലും ആ ഇബാറത്തിന് ആധുനികമായി തെർജീഹ് നൽകേണ്ട ആവശ്യമില്ല. കാരണം അപ്പുറത്തുള്ള ഇബാറത്തും വേറെ ഉണ്ടല്ലോ. ഒരാവശ്യമുള്ള വിഷയത്തിൽ നമ്മൾ ഷെയ്ഖുനാന്റെ ഫത്വയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്താണ്, വഖഫ് ചെയ്തപ്പെട്ട വിഷയം വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ മസല. ഷാഫി ഇമാം നസ്സൻ പറഞ്ഞ മൻസൂസായ മസലാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊന്നല്ല. ഷാഫി ഇമാം നസ്സ് പറഞ്ഞ മസലാണ്. അത് തഅദ്ദുദുൽ ജുമയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഷാഫി ഇമാമിന്റെ നസ്സുള്ള വിഷയങ്ങളാണ്. ഒരു നാട്ടിൽ ഒന്നിലധികം ജുമ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളുടെ നിന്നല്ല, മറ്റു മതബില് ഹനഫി മതബിലും അത് തന്നെയാണ് അഭിപ്രായമുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടില് ഒരേ അങ്ങാടിയിൽ എത്ര പള്ളി ഉണ്ടായി അല്ലേ? പള്ളികളുണ്ടായി. അപ്പൊ നമ്മളെന്തായി, നമ്മളവിടെ കീല പിടിച്ചിട്ട് നമ്മൾ അമല് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന് നമുക്ക് കുറെ തൗജീഹികളുണ്ട്. ആ തൗജീഹികൾ എന്താണ്, മഅകൂലായതാണ്, മഖ്ബൂലായതാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അത് ആവശ്യം. എന്നാൽ അതിൻ്റെ ദുരുപയോഗം പ്രശ്നമാണ്. എന്നാൽ ഇപ്പോ കുല്ലിയായ ശരീഅത്തിന്റെ മഖാസിദുകൾക്ക് വിരുദ്ധമാകുന്ന കാര്യം, അവിടെ ഒരു ഇബാറത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അത് ന്യായീകരിക്കുകയും അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ടയും ആവശ്യമില്ല. കാരണം ആ ഇബാറത്ത് പറഞ്ഞപ്പോൾ ഈ മസ്അലകൾ തസവ്വുറാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് എന്തില്ല, ഒരു തെളിവില്ല. അപ്പൊ നാക്കിലീയങ്ങളായ ആളുകളാണെങ്കിലും ഇമാമുൽ ഹറമൈനിൽ ജുവൈനി അടക്കമുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുഖല്ലിദാണെങ്കിൽ പോലും ഏതെങ്കിലും കിതാബ് കണ്ടത് കാണാത്ത വിഷയത്തിൽ പറയാനുള്ള അധികാരം അവർക്കില്ല. മുഖല്ലിദായ ഒരു കിതാബ് അറിയുന്ന ഒരാൾക്ക് എന്തിനുള്ള ഫത്വ കൊടുക്കാനുള്ള അധികാരമേ ഉള്ളൂ? ആ കിതാബിലുള്ള കാര്യങ്ങൾക്ക് ഫത്വ കൊടുക്കാനുള്ള അധികാരം ഉസൂൽ നോക്കുകയാണെങ്കിലുള്ളൂ, ഉസൂൽ ഫിഖിന്റെ കിതാബുകള്. പിന്നെന്താണ്, മുത്തബഹിറായ ആളെ, അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ അറിയുന്ന, ഈ മദ്ഹബിന്റെ അടിസ്ഥാനമൊക്കെ അറിയുന്ന ഈ കിതാബിലെ ഇബാറത്ത് കണ്ടാൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഇബാറത്തിനെ ബാഹ്യമായി മനസ്സിലാക്കുമ്പോഴും ആ ഇബാറത്ത് ആ ആലിമിന്റെ ശൈലിയും ഇസ്തിലാഹാത്തുകളും അത് ഏത് ബാബിൽ പറഞ്ഞു എന്ന കോണ്ടക്സ്റ്റുകളൊക്കെ എടുത്തിട്ട് പരിശോധിക്കുമ്പോഴും രണ്ടർത്ഥാണ് കിട്ടുക അല്ലെ? അപ്പോ എല്ലാ ആളുകൾക്കും ഫത്വൽ മുഈൻ എഴുതാൽ ഫത്വൽ മുഈനിലെ എല്ലാ മസലയും അതിന് സമാനമായ മസലയും പറയാം എന്ന ധാരണയും തിരുത്തപ്പെടേണ്ടതാണ്. കാരണം തെറ്റുണ്ടാകുന്നുണ്ട്. ആ പറയുന്നിടത്ത് മസ്അലയെ തൻസീൽ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഇപ്പോ നമ്മൾ ഇബാറത്ത് ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഉസൂലിയായ ഖവായിദിന് മഖാസിദ് കുല്ലിയക്ക് എതിരാണോ അല്ലേ എന്ന വിഷയങ്ങൾ നോക്കുകയും അത് ഫത്വയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഒറ്റവാക്കിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് എന്തുകൊണ്ടാണ്, അതിന്റെ ഇല്ലത്ത് എന്താണ്, ഹിക്മത്ത് എന്താണ്,
അതിനുള്ള ഉപോത്ബലകമായ മറ്റു ആയത്തുകൾ, ഹദീസുകൾ, ഇതൊക്കെ ഈ പഠനത്തിൽ പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മളോട് അതേ ശൈലിക്കനുസരിച്ചാണ് ഇന്നിവിടെ പ്രസന്റ് ചെയ്ത ആളുകളുടെയും ഉത്തരങ്ങൾ ഏകദേശം വന്നത് അല്ലേ. എന്നാൽ അവർ പറയുമ്പോൾ എന്താണ്, ജാമ്യായ മാനിയായ അതിൻ്റെ സർവ്വവശങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു അവതരണമാണ്. അപ്പൊ ആ അവതരണത്തിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇപ്പൊ അതിന് പ്രശ്നം? നമുക്കൊരൊറ്റ ഇബാറത്ത് എടുത്തിട്ട് ഒറ്റ മുറിക്കണമെന്ന് നമുക്ക് ആവശ്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ ഹാഷ്യ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് ഹാഷ്യയിൽ ഇപ്പോൾ ജമ്മുൽ ജവാമിയിൽ ആകെ ഹദീസ് വളരെ 5-6 ഹദീസേ വന്നിട്ടുള്ളൂ മത്തിനില്. അതിനർത്ഥം അവർക്ക് ഈ ഹദീസ് അറിയില്ല എന്നല്ലായിരുന്നു. ആ ഹദീസൊക്കെ മഷൂറായിരുന്നു അവർക്കിടയിൽ, എല്ലാവർക്കും അറിയാം, അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ അവർക്ക് അതിന്റെ ഖുലാസയാണ് അന്ന് കിട്ടേണ്ടിയിരുന്നത്. കാരണം താജുദ്ദീൻ സുബിക്കയുടെ അഷ്ബാഹുൻ നളാഹിർ എടുക്കുകയാണെങ്കിൽ അവിടെ ഹദീസൊക്കെ വരുന്നുണ്ട്, അവിടെ ത്വരീഖത്തുൽ ഇസ്തിംബാത്ത് വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോ അവർക്ക് അന്നത് അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥ അതല്ല. ഇന്ന് നമുക്ക് ഈ ആയത്തും ഹദീസും അറിയില്ല, നമുക്ക് ഈ ഇബാറത്ത് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ ഈ ഇബാറത്ത് മാത്രം അറിയുമ്പോൾ അതിന്റെ മക്സദും അതുകൊണ്ട് ഉലമാക്കൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്താകുന്നുണ്ട്, പലപ്പോഴും മിസ്സാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാറത്ത് മനസ്സിലാക്കണമെങ്കിൽ പോലും എന്താവണം, നമുക്ക് ഉസൂലിൻ്റെതായ ഒരു തബ്സിറത്ത്, ബസാറത്ത് നമുക്ക് ഉണ്ടാവല് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇബാറത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഫത്വകളും തെറ്റും. മറ്റൊന്ന്, ഇപ്പൊ ഈ ആധുനികമായ പണ്ഡിതന്മാർ അതിനെ മൻഹജ് സ്വീകരിക്കുന്ന അദാസ്യങ്ങളായ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് വർത്താനല്ല, അവർ ദീനെ പൊളിക്കാനുള്ള ആളുകളെ. മൻഹജ് സ്വീകരിക്കുന്ന പണ്ഡിതന്മാർ, അത് ഏത് മൻഹജ് ആയിക്കോട്ടെ, ഏത് മൻഹജ് ആയിക്കോട്ടെ, അവരുടെ ഉത്തരവും നമ്മുടെ ഉത്തരവും ലാസ്റ്റ് എത്തുമ്പോൾ എന്താവുണ്ട്, സമാവുണ്ട്. അത് നമുക്ക് കൂടുതൽ പഠിക്കാൻ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ നക്കറുൽ ആലാമുമായി ചർച്ച ചെയ്താൽ നമുക്ക് 2 ഉത്തരം കിട്ടുന്നു. ഇനി ഇതൊന്നും ഇല്ലാത്ത നമ്മളെ ഇസ്ലാമികമായിട്ട് പഠിക്കുന്ന ആളുകളെ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ആധുനിക ടീമല്ല. അവർ പഠിച്ചാലും ഈ ഇഖ്തിലാഫിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഉത്തരങ്ങളിൽ ഇപ്പോ ഔറാഖുൻ നഖ്ദിയയിൽ സക്കാത്ത് വേണോ വേണ്ടേ, നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ കിതാബൊന്നും ഇല്ലാതെ വേറെ ഓരോ ടീമും ചർച്ച ചെയ്തു. അതിൽ മൻഹജ് ഉപയോഗിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ആളുകള് അവരും എത്തുന്നത് ഇതേ കൺക്ലൂഷനിലേക്കാണ്, നമ്മളും എത്തുന്നത് ഇതേ കൺക്ലൂഷനിലേക്കാണ്. അപ്പോ അതിനർത്ഥം അത് ശരിയാണെന്നല്ല. അത് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഒരാള് അറിയാതെ ഒരാളെ ഉത്തരം പറഞ്ഞിട്ട് അത് ശരിയായാൽ ആ ശരിക്കെന്തില്ല, വാലിഡിറ്റി ഇല്ല എന്ന്. അത് നമ്മളെ മെഡിക്കൽ സയൻസിൽ പറയണത് തന്നെയാണ്. ഡോക്ടർമാർക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ രോഗം മാറുന്നുണ്ട് എന്നത് അയാൾക്ക് എന്തിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല, മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്താനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. കാരണം അയാൾ തെറ്റാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് അയാളിൽ നിന്ന് തെറ്റു പറ്റിയാൽ അതെന്താണ്, അത് കുറ്റകരമാണ്, അദ്ദേഹത്തിന് അതിനുള്ള ഉസിറില്ല. അപ്പൊ ഇതേപോലെ മദ്ഹബും കാര്യങ്ങളും ഇല്ലാതെ ചർച്ച ചെയ്താൽ ഉത്തരം ശരിയാവുന്നു എന്നത് ആ രീതിയിൽ ചെയ്യാമെന്നതിന് തെളിവല്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, തക്ലീദ് ചെയ്ത ആളുകൾ ഇബാറത്ത് നോക്കിയാൽ തെറ്റുകളൊന്നും സംഭവിക്കാതെ ഒരൊറ്റ ഉത്തരം കിട്ടും എന്നത് ഇല്ല. അവിടെയും ഫിഖ് ആയതുകൊണ്ട് എന്താവും, ഇഖ്തിലാഫ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ നമുക്ക് ഖണ്ഡിതമായിട്ട് ഒന്നേ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോ മൗതുദ്ദിമാവ് ഒരു നിലക്കും അല്ല എന്ന് ഖണ്ഡിതമായിട്ട് ഇജ്മാ ആയിട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മദ്ഹബിൽ തന്നെ അതേ സ്കോപ്പുള്ളൂ എന്ന് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മറ്റുള്ള ഇബാറത്തുകളും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇല്ലാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ഇജ്മാ ആയ വിഷയങ്ങളിൽ ഒഴികെ ഈ മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ പോലും ഈ തഅദ്ദുദുകള്, ആറാകള്, മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ സാങ്കത്യം, ആധികാരികത ഉറപ്പുവരുത്തൽ എന്താണ്, അത് ഉസൂലിനോടും മറ്റിനോടൊക്കെ യോജിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉസൂൽ ഫിഖ് കൂടുതൽ പഠിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് അനിവാര്യമായത്. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ശരീഅത്ത് പോണിടത്തേക്കാണ് ഇത്. ആളുകൾ പുതിയ കിതാബുകൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ശരീഅത്തിന്റെ ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് ശരീഅത്ത് വികസിക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ ഉസൂൽ ഫിഖിലേക്ക് നിങ്ങളൊക്കെ മടങ്ങണം എന്നതാണ് പറയാനുള്ളത്. ഈ ഉസൂലിന്റെ ഇതിനോട് ചേർന്നിട്ടൊരു വിഷയമുണ്ട്. ഉസൂൽ ഇപ്പോൾ അതായത് ഇപ്പോൾ കിതാബുകൾ, ഇപ്പോൾ നമുക്ക് ഉലമാക്കളുടെ കിതാബുകൾ, ക്ലാസിക്കൽ ടെക്സ്റ്റ്, അതൊക്കെ ഇപ്പോൾ ഈ ഉസൂലിന്റെ കായതകൾ വെച്ച് നമ്മളതിനെ ക്രിട്ടിസൈസ് നഖ്ദ് ചെയ്യണം എന്നാണോ ഇതിൻ്റെ ഒരു ഇതിൽ വരുന്നത്? ഐ മീൻ നഖ്ദ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തുഹഫയിൽ ഒരു ഇബാറത്ത് കണ്ടാൽ അത് പിന്നീട് വരുന്ന എല്ലാ ആളുകളും കണ്ണ് ചിമ്പി സ്വീകരിക്കണം എന്ന നിലപാട് ആർക്കെങ്കിലും ഉണ്ടാവോ? ഇല്ലല്ലോ. അതൊരു മെയ്യാർ ആമ്യാണ് നമ്മൾ പറയുന്നത്. അഥവാ തുഹഫയിൽ ഒരു കാര്യം റാജിയായ എന്തുകൊണ്ട്
അത് നമ്മളുടെ സമീപനവും മറ്റുള്ള ആളുകളുടെ സമീപനവും വ്യത്യസ്തമാണ്. മറ്റുള്ള ആളുകൾ ഇതിനൊരു വിലയും കണക്കാക്കുന്നില്ല. ഉലമാക്കൾ ഓരോ കാലത്തിന് എഴുതി നമ്മളെ കാലത്തിന് ഉണ്ടാക്കുന്നു. ആ നിലപാട് അസ്വീകാര്യമാണ്. നമുക്ക് മുൻഗാമികൾ കണ്ടെത്തിയതിൻ്റെ തുടർച്ച നടത്താനേ അധികാരമുള്ളൂ. അത് നമ്മൾ മുസല്ലമായ കാര്യമാണ്. അത് നമുക്കൊരു ഇഖ്തിലാഫും ഇല്ല. കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വഹയിനോടുള്ള കണക്ഷൻ വിടും. വഹി ഇങ്ങനെ മേലെന്ന് വന്നതാണ്, അതുകൊണ്ട് അവിടെ നിന്നുള്ള ആ കണ്ടിന്യൂറ്റി നിർബന്ധമാണ്. എന്നാൽ അതിനർത്ഥം തൂഫയിലുള്ള എല്ലാ ഇബാദത്തും ശരിയാണ് എന്ന ഒരു ധാരണ അത് അമലനില്ല. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും, അമലനില്ല എന്ന് മാത്രമല്ല. ഇപ്പൊ തൂഫന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? നബി ഇമാമിന്റെ കിതാബിനെ റാജിയാക്കണം എന്നല്ലേ അല്ലേ? എന്നാൽ നബവി ഇമാമ് മുഖ്താറാക്കിയത് എന്താണ്? അല്ലെങ്കിൽ നബി ഇമാമിന്റെ ചില വിഷയങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണല്ലോ തൂഫക്ക് പ്രാധാന്യം ഉണ്ടായത്. ഇല്ലെങ്കിൽ അപ്പൊ തൂഫയുടെ ആധികാരികത എങ്ങനെ ഉണ്ടായത്? പിന്നീടല്ലേ. തൂഫ വരുന്നതിന് മുമ്പ് ഷാഫികളുടെ ചരിത്രം എന്താ? നബി ഇമാമ് പറഞ്ഞു കൊടുത്ത് നിൽക്കണം എന്നല്ലേ. പക്ഷെ തൂഫ ആധികാരികമായിട്ടൊരു ഗന്ധം വന്നപ്പോൾ എന്തായി? അതിനു മുമ്പ് കുറെ മുഹാവലാത്ത് ഉണ്ടാവുന്നുണ്ട്. ഖിലാഫിങ്ങളുടെ ഒക്കെ കുറെ മുഹാവലാത്തുകൾ 9-10 നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനെന്തില്ല, ആധികാരികത, മദ്ഹബിൽ ആധികാരികത കിട്ടിയില്ല. പക്ഷെ തൂഫക്ക് കിട്ടി. കാരണം എന്താ? അതിന്റെ റിസർച്ച്, അതിന്റെ മൻഹജി കാര്യങ്ങളൊക്കെ വളരെ മുസ്തഖീമാണ്, സ്റ്റേബിളാണ്, സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് അതിനൊരു കുല്ലിയായ ഒരു സ്വീകാര്യത തൂഫ പൊതുവെ എന്താണ്? സ്വീകാര്യമാണ്. അതതിന്റെ ഫർദൻ ജുസ്അൻ എന്തില്ല, ഇല്ല. എന്തുകൊണ്ട്? ഷാഫി ഇമാമിന് വരെ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ മുൻഗാമികൾ ഉലമാക്കള് ഷാഫി ഇമാമ് ഖദീമായ ഒരു അഭിപ്രായമുള്ള വിഷയത്തിൽ ജദീദ് പറഞ്ഞാൽ എല്ലാവരും പറയും എന്തിനു സ്വീകരിക്കണം? ജദീദ് സ്വീകരിക്കണം. അതാണ് അടിസ്ഥാനപരം. എന്നാൽ പിന്നീട് ആയപ്പോൾ എന്തായി? ഇതിൽ നിന്ന് മുസ്തസ്ന ചെയ്യുന്ന കുറച്ച് 10-ലധികം മസ്അലകൾ ഉണ്ടായി. അവിടെ എന്തെന്നെയാണ് ഫത്വ? അതെ. അപ്പൊ ഷാഫി ഇമാമിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് എന്ത് പറയാനും ന്യായമില്ല. ഷാഫി ഇമാമിന് മറ്റേ അഭിപ്രായം അറിയില്ലായിരുന്നു. പുതിയ മദ്ഹബി. അപ്പൊ അത് പുതിയ വിഷയം അതുകൊണ്ട് പറഞ്ഞ അല്ല, പഴയ ഖദീമായ കൗലുണ്ട്, അതിനെ മറികടന്നിട്ടാണ് എന്ത് പറഞ്ഞത്? ജദീദ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും പിന്നെ മദ്ഹബിന്റെ ഉലമാക്കൾ എന്തായി? ഈ ജദീദല്ല, ഖദീം തന്നെയാണ് അവിടെ ഫത്വ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? ഏത് വ്യക്തിയാണെങ്കിലും ഷാഫി ഇമാമ് മുസ്തഖില്ലായ മുസ്തഹിദാണല്ലോ. അപ്പൊ അവരാണെങ്കിൽ പോലും അവരുടെ ഓരോ മസ്അലയും അസഹായ അഭിപ്രായമാണ് എന്ന് പറയുന്നില്ല. അത് വീണ്ടും പരിശോധിക്കാണ്. ഇനി കൗലു മുഖറജ് ഇപ്പൊ എന്താ ചെയ്യണത്? കൗലു മുഖറജിൽ തുറുക്ക് വരുന്നത് എന്താണ്? നളീറു മസ്അലയിൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായം അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞൊരു അഭിപ്രായത്തെ തഹ്രീ ചെയ്യുന്ന ആൾക്കാർ എന്താണത്? അപ്പുറത്തേക്ക് എടുക്കാണ് അല്ലെ? രണ്ട് നളീറായ മസ്അലയിൽ ഒന്നിൽ പറഞ്ഞ അഭിപ്രായത്തെ അസാബുൽ വുജൂഹ് ആ നളീറിലേക്ക് എടുക്കാണ്. എന്നിട്ട് മൂന്നാമതൊരു വിഷയത്തിൽ ഇതാക്കും റാജിഹ്, അല്ലെങ്കിൽ കൗൽ മുഹറജ് ആവാം റാജിഹ്, അല്ലെങ്കിൽ മൻസൂസായ കൗലാവാം റാജിഹ് അല്ലേ? അപ്പോ ഈ മദ്ഹബിനകത്ത് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോ, അഭിപ്രായങ്ങൾ വായിക്കുമ്പോ അവിടെ എന്ത്? അത് എക്കാലത്തും അതുണ്ടായിരിക്കും. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കൂല. ചരിത്രമോ അല്ലെങ്കിൽ അക്കലോ ഒന്നും. അപ്പൊ തൂഫ സ്വീകരിക്കണം എന്നുള്ളത് എന്താണ്? ഒരു വാക്കിയാൻ ഉണ്ടായൊരു കാര്യമാണല്ലോ. നേരത്തെ എഴുതി വെക്കപ്പെട്ട ഷാഫി മദ്ഹബിന്റെ ഉസൂലല്ലല്ലോ അല്ലെ? തൂഫ ആധികാരികമായ ഗ്രന്ഥമായപ്പോൾ അത് വായിച്ചല്ല ഉലമാക്കളും കൂടി പറഞ്ഞു ഓക്കെ, ഇനി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. കാരണം എന്താ? മൂപ്പർ റിസർച്ച് വളരെ സ്റ്റാൻഡേർഡാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ നഖ്ലുൽ അഅ്ലാന്റെ വിഷയം അല്ലെങ്കിൽ ഇസ്തിദ്ഹാലുൽ മനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അപ്പൊ അതിൽ അവരെന്താണ്? മറ്റൊരു ജിനായത്തിന്റെ ബാബില് ഒരു വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാബിൽ ഒരു വിഷയം പറയുമ്പോൾ അവിടെ ആ വിഷയത്തെ സ്വാഭാവികമായി ചർച്ച ചെയ്തു പോവുകയാണ്. ഇന്നിപ്പോ ഒരാള് നമ്മളത്തെ അത് മുഖല്ലിദായ ഒരു പണ്ഡിതൻ ആ ഒരു വിഷയം മാത്രം പഠിക്കുന്നു. ആ വിഷയത്തിൽ എല്ലാ മദ്ഹബും എന്ത് സ്വീകരിച്ചു, എന്ത് പറഞ്ഞു, നേരത്തെയുള്ള മുൻഗാമികൾ എന്ത് പറഞ്ഞു, തൂഫയിൽ എന്ത് പറഞ്ഞു, നിഹായയിൽ തന്നെ റംലി ഇമാമിന്റെ തന്നെ മറ്റു കിതാബുകൾ എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ പാടെ നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വസാറത്ത് അത് എന്താവാം? നേരത്തെയുള്ള ആ ഒരു ആലിമ് സത്യഹയ്യായി പറഞ്ഞു പോയ അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറഞ്ഞു പോയ ഒരു ഇബാറത്തിനേക്കാൾ ആധികാരികത കിട്ടാം. അത് നിഷേധിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. വാക്കിയിലും അങ്ങനല്ല, ഇസ്ലാമികമായ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനല്ല അല്ലെ? മദ്ഹബിൽ അതിന് ഇത് ഒരു അഭിപ്രായമായി പറയുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്യും, എങ്ങനെ നിങ്ങളായി പറയാന്നുള്ളത്. കാരണം നമ്മൾ എഴുതി വെക്കപ്പെട്ട ഫവായിദുൽ മക്കിയോ മറ്റോ. പക്ഷെ അമലൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോ മഖ്ദൂം തങ്ങള് ഒരു കിതാബ് രചിച്ചിട്ട് ഖിലാഫുൽ ഷെയ്ഖന എന്ന് പറഞ്ഞാൽ ഒരാളും എന്തായിട്ടില്ല,
തൂഫീൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് വിരുദ്ധമായത് പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ മുസല്ലമായ ഖാഇദ അത് അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് എന്തില്ല വിയോജിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഇല്ല. മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ കാലത്തിനനുസരിച്ച് ചെയ്തതാണെന്ന വാദവും നമുക്കില്ല, ആ വാദവും ഇല്ല. എന്നാൽ ഈ ജുസ്ഇയായ മസ്അലകളെ, ഒരു മസ്അലയെ മാത്രം, അതാണ് തജ്ദിയത്തുൽ ഇജ്തിഹാദിലൊക്കെ നമ്മൾ പറയുന്നത്, ഒരു മസ്അലയെ മാത്രം ഒരു ആധുനിക പണ്ഡിതൻ വളരെ വിശാലമായിട്ട് അതിനെല്ലാ ജവാനിബും പഠിച്ച് മദ്ഹബിന്റെ അകത്തുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ കൺക്ലൂഷന് എന്താവാം, ആധികാരികത കിട്ടാം. അത് മുഹാലായ ഒരു കാര്യമൊന്നും അല്ല. ഒരു ഇജ്തിഹാദിന്റെ സാധ്യത വേറെ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? നമുക്ക് ഉണ്ടോ? നിങ്ങൾ 2-3 ചോദിച്ചില്ലേ? നിർത്തണ്ടേ? ലാസ്റ്റ് ചോദ്യം എന്നാല്. അല്ല ഒരു ഉദാഹരണം പറഞ്ഞു നോക്കി നിങ്ങളെ. റൂഹ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കപ്പെട്ട റൂഹായിരിക്കണം, നമ്മളുടെ അനുമാനമാകരുത്. അത് ശരിക്കും റൂഹ് ശരീഅത്ത് തന്നെയാണോ? അപ്പോൾ ശരീഅത്തിന്റെ റൂഹ് അനുസരിച്ചുള്ള യഥാർത്ഥ ഉത്തരമാണെങ്കിൽ ആ ഉത്തരം എന്തായിരിക്കും? ശരിയായിരിക്കും. അപ്പൊ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഹിക്മത്തും മസ്ലഹത്തും മഖ്സദൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്നാൽ അവിടെ ഉള്ളൊരു വാദം എന്താണ്, നസ്സ് വന്ന വിഷയമാണെങ്കിൽ പോലും മസ്ലഹത്തിനെ മുന്തിക്കണം എന്ന വാദമുണ്ട്. അതൊക്കെ ഇന്ന് വ്യാപകമായിട്ട് ആളുകൾ ചെയ്യുന്ന വാദമാണ്. ആ വാദം എന്തല്ല, നമുക്ക് സ്വീകാര്യമല്ല. കാരണം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് നസ്സിലൂടെയാണ് എന്താണ് റൂഹ് ശരീഅത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് വഹയാണുള്ളത്. വഹി വന്നൊരു കാര്യത്തില് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇതാണ് റൂഹ് ശരീഅത്ത് എന്ന് പറയാൻ പറ്റുക? നമ്മളല്ലല്ലോ ഷാരി, അള്ളയാണ് ഷാരി. അള്ളാഹുവിന്റെ ഷറ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് സ്വഹാബത്ത് മുജ്തഹിദീങ്ങൾ ത്രൂ ആണ് നമുക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിലാക്കുന്നതിനെ മറികടക്കുന്ന ഒരു പുതിയ ഒരു മനസ്സിലാക്കല് അല്ലെങ്കിൽ റൂഹ് ശരീഅത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മറിച്ച് അവർ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഫിഖ്ഹിലൊക്കെ ഉള്ള ഒരു വിഷയം അതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മഖ്സദും അതിന്റെ ഹിക്മത്തും മസ്ലഹത്തും ഒക്കെ പറയുക എന്നത് എന്തുമല്ല, അസ്വീകാര്യവുമല്ല, സ്വീകാര്യമാണ്. അതിന് കൂലിയുണ്ട്. അതൊരു ദഅവത്തിന്റെ രീതിയാണ്. ആധുനികമായ ആളുകളോട് ബിഖദരി ഉഖൂലിഹിം, ഓരോരുത്തർക്കും അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ അടിസ്ഥാനത്തെ മാറ്റിയിട്ടില്ലെങ്കിലും അത് പറയുന്ന രീതിയും ശൈലിയൊക്കെ മാറ്റേണ്ടതാണ്. എന്നാൽ ഈ മാറ്റുമ്പോൾ തന്നെ ഈജിപ്തിലൊക്കെ ഇപ്പോൾ പുതിയ എന്തുണ്ട്, അൽ ഖിതാബ് ശർഈ, അത് മാറ്റുക എന്ന ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയ വേർഷനിൽ സംസാരിക്കണം, പുതിയ ഭാഷയിൽ സംസാരിക്കണം എന്നുള്ളത്. അതിലെനിക്ക് പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ട്. നേരത്തെ പറഞ്ഞ നിസാമ് മാറിയെന്ന പറഞ്ഞ പല കാര്യത്തിലും നമുക്ക് വിയോജിപ്പുണ്ട്. അതൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, ഫിഖ് ആവട്ടെ ഉസൂൽ ഫിഖ് ആവട്ടെ, ആധുനിക ലോകം അതിൽ ഏറെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ട് പോകുന്നത് പരസ്പരം ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ പാരമ്പര്യ ഉലമാക്കള് ഫിഖ്ഹിലും ഉസൂലിലും ആധികാരിക പഠനം നടത്തിയിട്ട് എന്താക്കണം, മുന്നോട്ട് പോകണം. അതില് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തയമ്മും ചെയ്ത് നിസ്കരിച്ച ഒരു നിസ്കാരം, തയമ്മുമിന്റെ ഒളിവിൽ തന്നെയുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ ഇന്നലെ സ്വാദിഖ് ഡോക്ടറൊക്കെ ഉന്നയിച്ചൊരു വിഷയം. അപ്പൊ അതില് മദ്ഹബ് നോക്കുമ്പോൾ എന്താക്കണം, അതിനെ ഖളാ വീട്ടണം അല്ലെ, മദ്ഹബിന്റെ മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഖളാ വീട്ടണം. എന്നാൽ ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഖളാ വീട്ടേണ്ടതില്ല എന്നത്. അപ്പൊ അവിടെ ഇഹ്തിയാത്ത് ഖളാ വീട്ടിലാണ് എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. ഇഹ്തിയാത്ത് മറ്റേതും ആവാം. കാരണം അവിടെ ഉസൂലിയായ ഒരു കായിദയാണ് നവവി ഇമാം അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖളാഇന് അല്ലെങ്കിൽ ഇആദത്തിന് ഒരു അംറുൻ ജദീദ് വേണം. ഈ വിഷയത്തിൽ അംറുൻ ജദീദ് ഇല്ല എന്നാണല്ലോ. അപ്പൊ അംറുൻ ജദീദ് ഇല്ലെങ്കിൽ, ഖളാ വീട്ടണം എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ, പിന്നെ ഇല്ലാത്തൊരു നിസ്കാരം ഒരാളോട് പറയാൻ നമുക്ക് തെളിവില്ലല്ലോ. ഒരു ഉലമാക്കൾക്ക് ആ വീക്ഷണം ഉണ്ട്, അതല്ല നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞ വീക്ഷണം ഒരു കായിക പ്രകാരമാണ്. എന്താണ് അത്?
ബദലും മുബ്ദലും മിന്നും അവിടെ ശരിയല്ലാത്തത് കൊണ്ട് എന്താകണം, രണ്ടും അല്ലാതുകൊണ്ട് മടക്കണം. അതൊരു കായികയാണ്. ആ കായിക പ്രകാരം പറയുമ്പോൾ അത് ശരിയാണ്. എന്നാൽ മറ്റേ കായിക എന്താണ്? മറ്റേ കായിക പ്രകാരം അത് വജീഹാണ്. അഥവാ ഒരു കാര്യം എന്തെങ്കിലും സ്വീകാര്യമായ ഹലലോടെ ആ സമയത്ത് മത്റൂബായ സമയത്ത് തൊലബുള്ള സമയത്ത് ചെയ്താൽ അത് സ്വീകാര്യമാണ്. പിന്നീട് അത് എന്താകേണ്ട ആവശ്യമില്ല, ഖളാ വീട്ടേണ്ടതില്ല. അതൊരു മുസ്തഖില്ലായ കായികയാണ്. അത് മുസ്ലിം ഇമാമടക്കമുള്ള ഉലമാക്കൾ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതും മറ്റേതും ഒരേപോലെ ശരിയാവാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ ഖളാ വീട്ടിൽ തന്നെയാണ് തഖ്വ എന്ന് ഇതാക്കാനില്ല. കാരണം ഖളാ വീട്ടാതിരിക്കുക എന്നുള്ളത്, ഖളാ വീട്ടാൻ തെളിവില്ല എന്നുള്ളത് മറ്റൊരു വളരെ പ്രബലമായ ഇമാം നവവി റഹിമഹുള്ളയുടെ ദലീലാണ് എന്ന് മാത്രമല്ല അത് മറ്റു മദ്ഹബുകൾ യോജിക്കുന്നുണ്ട്. ഒരീബായ ഷാദായ കൗലല്ല. മറ്റുള്ള ഹനഫി മദ്ഹബിലും മറ്റുള്ളവർക്ക് എന്താണ് ഇതേ അഭിപ്രായമാണ്. അപ്പോൾ മറ്റുള്ള മദ്ഹബിലും അഭിപ്രായമുണ്ട്. നവവി ഇമാം അടക്കമുള്ള ആധികാരികമായ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇമാം മുസ്നി തങ്ങൾ എന്താണ് മുജ്തഹിദാണ്. മുസ്ലിം ഇമാമു മുജ്തഹിദാണല്ലോ, മുത്ലഖ് മുജ്തഹിദാണ്, മുസ്തഖില്ലല്ല, മദ്ഹബില്ല. എന്നാൽ അദ്ദേഹം ഇജ്തിഹാദിന്റെ ദർജയെത്തിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിനും ആ അഭിപ്രായമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ എന്താവണമെന്നില്ല, എല്ലാ ആളുകളോടും വീട്ടണം എന്ന് തന്നെ പറയണമെന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഈ പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾ പറയാം അല്ലേ. കാരണം ഇതിന്റെ ഉസൂല് നോക്കുമ്പോൾ അത് ക്ലിയർ ആണ്. നബിമാമന് അഭിപ്രായം ഉണ്ട് എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ഷാഫി ഇമാമിന് നെസ്സുള്ളൊരു വിഷയത്തിൽ, ഷാഫി ഇമാമിൻ നെസ്സുള്ള വഖഫ് വിൽക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഒരു ഹാഷയിലെ ഇബാറത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരു മദ്ഹബിലെ ഇബാറത്ത് കണ്ടിട്ട് നമ്മൾ എന്താക്കാൻ പറ്റും കൊടുക്കുന്നുണ്ട്, ഫത്വ കൊടുക്കുന്നുണ്ട്, അത് വിൽക്കാം എന്ന് ഫത്വ കൊടുക്കുന്നുണ്ട് അല്ലേ. അവിടെ ഷാഫി ഇമാമ് പറഞ്ഞത് വളരെ നെസ്സായ ഇബാറത്താണ്, അത് കേടന്നു പോയാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഒന്നും ഉണ്ടാകാനല്ലോ. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞൊരു വിഷയത്തിൽ പോലും നമ്മൾ മറ്റൊരു വിഷയം പറയണമെങ്കിൽ ഇങ്ങനെ ഉസൂലനുസരിച്ചും മറ്റു മദ്ഹബുകളോട് മുവാഫിക്കുമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ നമുക്ക് എന്താവേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. പക്ഷെ പറയുമ്പോൾ ആളുകളോട് ഈ ഗൗരവം ഉണർത്തിയിട്ട് നമ്മൾ ഫത്വക്ക് ഇത് പറയരുത് എന്ന് ഉലമാക്കൾ പറയാറുണ്ട് ചില വിഷയങ്ങൾ. അതെന്താണ്, ഇതിന്റെ അപ്പുറം ഇപ്പുറമൊന്നും പറയാതെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് എന്താവും, അവഗണിക്കുന്ന രീതിയിലേക്ക്, ഇതൊന്നും ഒരു തലംവാലില്ല എന്ന് തിരിയുന്ന രീതിയിലേക്ക്, ആളുകളെ ഇസ്തിദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയാൻ പാടില്ല. എന്നാൽ അത് ജാമ്യവും മാന്യമായിട്ട് ഇമാം നബിയുടെ അഭിപ്രായം, അതിന്റെ ദലീൽ ഒക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാവർക്കും കൺവിൻസിംഗ് ആണ്, ക്ലിയർ ആണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ശരി. ഏതായാലും ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമ്മളുടെ ഇടയിൽ ഉലമാക്കൾക്കിടയിൽ, നമ്മുടെ ഇവിടെ തന്നെയല്ല കേരളത്തിൽ തന്നെയല്ല, വലിയ ഉലമാക്കൾ മദ്ഹബിലൊക്കെ കൂടുതൽ പ്രാവീണ്യമുള്ള ഉലമാക്കളും കൂടി ഇരുന്നിട്ട് വീണ്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് പണ്ടത്തത് പോലെ എന്തല്ല വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉള്ളത്. വളരെ വലിയ മാറ്റങ്ങളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് എന്നാൽ നമ്മുടെ മദ്ഹബിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുറുകെ പിടിച്ച് അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളിലൊക്കെയാണ് നമുക്കുള്ള പ്രതീക്ഷ. ഇൻഷാ അള്ളാഹ് നിങ്ങളെയൊക്കെ വലിയ ഫുഖഹാക്കളായി, ഉസൂലിങ്ങളായി നമ്മുടെ ഉലമാക്കൾ 14 നൂറ്റാണ്ട് ഇതൊക്കെ സംരക്ഷിച്ച് നമ്മളിലേക്ക് എത്തി. അടുത്ത തലമുറയ്ക്ക് ഇത് സംരക്ഷിതമായി കൈമാറുക എന്നത് നമ്മളോട് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്, എസ്പെഷ്യലി ഷാഫി മദ്ഹബിൻ്റെ അനുയായികൾ എന്ന രീതിയിൽ. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് ദ്വാരക്കും വേണം. നമ്മൾ പറയണൊക്കെ ശരിയാവാൻ അള്ളാഹിനോട് നിരന്തരം ദ്വാരക്കണം. വലിയ ഉത്തരവാദിത്തമാണല്ലോ. ഫിഖ്ഹും ഉസൂലും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നമാണ്, ദീനിനുള്ള കളിയാണ്. അപ്പോൾ നമ്മൾ ഉലമാക്കളായ ഫിഖിങ്ങിലൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും വേണം. നമ്മളുടെ നിലപാടുകൾ, നമ്മളെ മനസ്സിലാക്കലുകൾ ഇതൊക്കെ ശരിയായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ നിരന്തരമായി സംസാരിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജസാഖുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും.